പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം ലോകവ്യാപകമായി തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഒരു ബഹുസ്വര സമൂഹത്തില്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ, അതല്ലെങ്കിൽ ഒരു മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നാട്ടില് സംഭവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇവര് സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന, ഇവരെ വലിഞ്ഞു കയറിയ രാജ്യങ്ങളിലൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് അധികം. എവിടെ ചെന്നാലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾ, ഇവർക്ക് ഇവരുടെ മാത്രം മതം, ആദർശം, ആശയം, നിലപാട്, അഭിപ്രായങ്ങൾ. നമ്മളൊരു വീട്ടിൽ സാധാരണഗതിയിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ചെന്നാൽ പോലും നമ്മളൊന്ന് അടങ്ങി ഒതുങ്ങി തന്നെയാണ് മുമ്പോട്ട് പോവുക. കാരണം അത് അവരുടെ വീടാണ്. അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ നടക്കുക. അപ്പോൾ നമ്മൾ ആ വീട്ടിലെ വെറും ഒരു ഗസ്റ്റ് മാത്രമാണ്. അപ്പൊ ആ രൂപത്തില് നമ്മൾ അവരുടെ ഇഷ്ടങ്ങളുമായി ഒതുങ്ങി പോകാനാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എവിടെ ചെന്നാലും ശരി, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ മാത്രമേ ഇവര് പാലിക്കൂ. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഒരു റൂൾസും ഇവര് പാലിക്കില്ല. മൻസൂർ അലി ഹായ്, കുറെയല്ലോ കണ്ടിട്ട്. ഇവർക്ക് വേണ്ടത് ഇവരുടേതായിട്ടൊരു നിയമസംഹിതയാണ്. അത് എപ്പോഴും വർക്കൗട്ട് ആകത്തില്ലെന്നേ. എവിടെ ചെന്നാലും ഞാൻ പിടിച്ച മുയലിനാണ് 4 കൊമ്പ് എന്ന തോതിലുള്ള തർക്കങ്ങളൊന്നും ഇനി നടക്കില്ല. കാരണം എന്തെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്താണ് എന്ന് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ രീതികൾ, നമ്മുടെ സ്വഭാവങ്ങള്, എവിടെ ചെന്നാലും നമ്മൾ കാണിച്ചു കൂട്ടുന്ന വിഷയങ്ങളൊക്കെ ഏതാണ്ട് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ റോഡിലുള്ള നമസ്കാരങ്ങളും ഇത്തരം പ്രഹസനങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് വല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോ പൊതു സ്ഥലങ്ങളില് ഈ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന, വ്യക്തിത്വം മറയ്ക്കുന്ന ഈ വേഷം പറ്റില്ല എന്ന് പറഞ്ഞ് പോർച്ചുഗലിൽ കണ്ടിരുന്നു. അതെ, പൊതുസ്ഥലങ്ങളില് ഈ അപ്പിക്കുപ്പായം നിരോധിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഒരു കക്കൂസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. പ്രവാചകർ ഒരു കക്കൂസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ, രക്ഷയില്ല. അങ്ങനെ പൊതുസ്ഥലങ്ങളില് ഈ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെ പോലെ, സഞ്ചരിക്കുന്ന കബറിടങ്ങളെ പോലെ ഇനി പറ്റില്ല എന്ന് പോർച്ചുഗൽ പറഞ്ഞു. ബില്ല് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോ ചെഗ എന്ന പാർട്ടി ഒരു വലതുപക്ഷ പാർട്ടിയാണ്. അവരാണ് ഈ നടപടി തന്നെ സ്വീകരിക്കുന്നത്. കാരണം ഇവർ വലിയ ശല്യമായി തീർന്നിരിക്കുന്നു. ഇവരിൽ ആണാണോ പെണ്ണാണോ, ഇവരെന്ത് ക്രിമിനൽ കുറ്റങ്ങളാണ് ചെയ്യുന്നത്, ഈ വേഷം ധരിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല. മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്നു ഇതെല്ലാം. അപ്പോ ബില്ല് പ്രകാരം ബുർഖ അഥവാ നിക്കാബ്, ഇത് ഒക്കെ ഈ ബില്ല് പ്രകാരം ഇനി പോർച്ചുഗലിൽ ഉണ്ടാകത്തില്ല. കാരണം ഇനി പറ്റില്ല എന്നുള്ള നിലയിലേക്ക് അവര് വളർന്നു കഴിഞ്ഞു. അവർക്ക് അവരുടെ നാട്ടിലുള്ള ഭരണഘടന അനുസരിച്ചിട്ട് പോലും അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവര് കാരണം ഉണ്ടാക്കിയിരിക്കുന്നത്. അസീം, ഒരു കാര്യം ചെയ്യ്, വിവരക്കേട് കേൾക്കാൻ നീ നിൽക്കണ്ട, ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോയിക്കോ. മറ്റേ സ്റ്റാൻഡ് എന്ത് ചെയ്തു, ഇതുപോലത്തെ ഈ വിവരക്കേട് കേൾക്കാൻ നിങ്ങളെ ആരെയും ഇവിടെ നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചോ? നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിന് പോകാം. നിങ്ങൾക്ക് ദഹിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. വിവരമുള്ള തലയെക്കെട്ടന്മാര് പോയി സംസാരിക്കും, പോയി കേൾക്കിപ്പോ. പൊറോട്ട കെട്ടുകാർ പോയി സെക്സും വഷളത്തരങ്ങളും ബെഡ്റൂമിൽ എങ്ങനെയാണ് ഭാര്യയെ പണിയേണ്ടത് എന്ന് പഠിപ്പിക്കും. ആ ക്ലാസ് പോയി കേട്ടോ ചെല്ല്.
അപ്പൊ ഈ പോർച്ചുഗലിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ല് പ്രകാരം ഇനി മുതൽ ഈ അപ്പിക്കുപ്പായവും ഐഡന്റിറ്റി മറയ്ക്കുന്ന വേഷവിധാനവും പോർച്ചുഗലിൽ ഉണ്ടാകില്ല. വിമാനങ്ങളിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ആ ജനതയുടെ തന്നെ കംപ്ലൈന്റ്. അതുപോലെ നയതന്ത്ര പരിസരങ്ങളില്, ആരാധനാലയങ്ങളില്, പബ്ലിക്കില് ഒന്നും അവർക്ക് പറ്റുന്നില്ല. അസീമേ, ഞാൻ എന്ത് വേഷം ധരിക്കണം എന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ തീരുമാനിക്കും കേട്ടോ. ഞാൻ തട്ടമിടണോ അപ്പിക്കുപ്പായം ഇടണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും. നിന്റെ തന്തയല്ല എന്റെ തന്ത, ചെല്ല്. അപ്പൊ പൊതുസ്ഥലങ്ങളില് ബുർക്ക ധരിക്കുന്നവർക്ക് ഇനി മുതൽ 200 യൂറോ മുതൽ 4000 യൂറോ വരെയാണ് പിഴയുള്ളത്. ഓക്കെ, ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്രയും പിഴ അടയ്ക്കണമെന്ന്. അല്ലാതെ പിന്നെ എന്തോ ചെയ്യും ഇവരെ കൊണ്ട് പൊതുസമൂഹം വലഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് ആയിട്ടുള്ള മാർസെലോ റെബെല്ലോ ഡിസൂസ അദ്ദേഹം ഇനി ബില്ലിന് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ഇനി ഇത് പ്രാവർത്തികമായി കഴിഞ്ഞു. ഈ നിയമത്തില് പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ബുർക്ക നിരോധിച്ചിട്ടുള്ള ഓസ്ട്രിയ, ബെൽജിയം, ഫ്രാൻസ്, നെതർലാൻഡ്സ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ പോർച്ചുഗലും ചേരും. എന്ത് ചെയ്യും ഇവരെ കൊണ്ട്? ശല്യമാണിവര്. അസീമെ, ഭരണഘടന അനുശാസിക്കും വിധമുള്ള ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഓരോന്ന് എഴുതിയിടുന്നതെങ്കിൽ അതൊക്കെ കേൾക്കേണ്ടി വരും. ഞാൻ എന്ത് വേഷം ധരിക്കണം എന്ന് എന്റെ ഇഷ്ടമാണ്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറിപ്പോയിട്ട് എനിക്ക് ഉച്ചയും കുത്തി മറിയണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഒരു പൊതുസമൂഹത്തിൽ എത്തിയിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിൽ എത്തിയിട്ട് എനിക്ക് ഇങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇതെന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന് ചെയ്യുന്ന ലൈവാ. ഈ കുപ്പായം ഇടുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഈ തട്ടം കാണുമ്പോഴേക്ക് നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടണം. കാരണം ഇതാണ് എല്ലാത്തിന്റെയും കാരണം. ഈ തട്ടം കാരണം ഇന്ന് മനസമാധാനത്തോടുകൂടി മറ്റു മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ വിവരമുള്ള ആളുകളും വലിച്ചെറിഞ്ഞ ഈ വേഷം ഇനിയിപ്പോൾ പോർച്ചുഗലും വലിച്ചെറിയുന്നു. പൊതുവെ ബുർക്ക ധരിക്കുന്നത് സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവുള്ള ഒരു രാജ്യമാണ് പോർച്ചുഗൽ. പക്ഷേ ഇസ്ലാമിക മൂടുപടങ്ങളുടെ പ്രശ്നം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ വലിയ രൂപത്തിൽ പോർച്ചുഗലിലും വിവാദമായിട്ടുണ്ട്. ബുർക്ക നിരോധിക്കുന്നതിന് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നൽകുന്ന ന്യായീകരണങ്ങളും പോർച്ചുഗൽ വിശദീകരിക്കുന്നുണ്ട്. അതെ, എന്നെ കേൾക്കുന്നവർ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇതിനകത്തേക്ക് വന്നത്. ആ പ്രദീപ് പറഞ്ഞത് നമുക്ക് ചില്ലിട്ട് വെക്കാം. താല്പര്യമുള്ളവർ മാത്രം ലൈവിൽ വന്നാൽ മതി. പിന്നെ ഇതിനകത്ത് വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യം കേട്ടോ. ഒരു സമയത്ത് മറച്ചിരുന്നു, ഇപ്പൊ മറയ്ക്കാൻ താല്പര്യമില്ല. എന്തേ? അപ്പോ മധ്യ വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് ബില്ലിന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കാരണം അവരനുഭവിക്കുവാണ് ഈ പ്രശ്നങ്ങൾ. സ്വാതന്ത്ര്യം, സമത്വം, മാനുഷികമായിട്ടുള്ള അന്തസ്, ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തത്വങ്ങളുമായി ബുർക്ക പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ആ ബില്ലിൽ അടിവരയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികളിലെ അംഗങ്ങൾ ബില്ലിനെ ചെറുതായിട്ടൊന്ന് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ബില്ല് പാസ്സായത്. വ്യത്യസ്ത വിശ്വാസമുള്ള ആളുകളെ ലക്ഷ്യം വെക്കാൻ മാത്രമാണ് ഈ ബില്ല് ഉപയോഗിക്കുന്നത് എന്നാണ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത പാർട്ടിയായിട്ടുള്ള മധ്യ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടി നിയമനിർമ്മാതാവായിട്ടുള്ള പെഡ്രോ ഡെൽഗാഡോ ആൽവസ് എന്ന വ്യക്തി പറഞ്ഞത്. ഇവര് ഒരു പൊതുസമൂഹത്തില് എത്രമാത്രം ഭീകരതയാണ് ഇവർ കുത്തി നിറയ്ക്കുന്നത്. ഒരു കവർ ബിസ്ക്കറ്റിനകത്ത് ഒരു ബിസ്ക്കറ്റിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ എല്ലാ ബിസ്ക്കറ്റും ഉപേക്ഷിക്കും, അല്ലെ? ഇവര് വല്ലാത്ത മലിനമാണ്. ഇവരൊരു സമൂഹത്തിനകത്ത് നഞ്ചെന്തിന് നന്നാഴി എന്ന് പറയുന്നത് പോലെ ഇവരൊന്നോ അരമുറിയോ ഒക്കെ തന്നെ മതി പ്രശ്നങ്ങൾ. ഇവരൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിന്നാൽ തന്നെ
ആ സമൂഹത്തെ ഇവര് മലിനമാക്കിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഇത്തരം രീതികളെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. എന്റെ വിശ്വാസം മാത്രം എന്തോ വലിയ ചക്കരയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ള വിശ്വാസങ്ങളെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എതിർകക്ഷികൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. അവരതിനെ എതിർക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ശിരോവസ്ത്രങ്ങൾ ഇനി പോർച്ചുഗലിൽ വേണ്ട. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴിതാ പോർച്ചുഗലും കൂടി മുഖം പൂർണ്ണമായും മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ? അതെ റോയി, ശരിയാണത്. അവിലും മലരും കുന്തിരിക്കവും വാങ്ങി കാത്തു വെച്ചോടാ. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തിയാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയുന്നത്. ഈ ബുർക്കക്കാരി, ഹിജാബുകാരി, ഹലാലുകാര് വളർന്നാൽ, ഇവര് വ്യാപിച്ചാൽ വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങളാണ് ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പതാ ബുർക്ക ധരിച്ച് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന സ്ത്രീ വോട്ടർമാരെ ശക്തമായ രൂപത്തിൽ പരിശോധിക്കണം. അവര് സ്ത്രീകൾ തന്നെയാണോ? ഈ വോട്ടർ ഐ ഡിയിൽ കാണുന്ന മുഖം തന്നെയാണോ അവർക്കുള്ളത്? ആരാ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ എതിർക്കുന്ന ബീഹാറിലെ RJD കോൺഗ്രസ് സഖ്യത്തെ രൂക്ഷമായ രൂപത്തിൽ വിമർശിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അത് പറയുന്നത്. ഇവർ സമൂഹത്തിൽ കലർക്കുന്ന കായം ചെറുതല്ല, ഒരു വല്ലാത്ത വിഷമാണ്. അതുകൊണ്ട് ഈ ബുർക്ക ധരിച്ച് എന്തും ചെയ്യാം എന്നുള്ള രൂപത്തില് ഇനി നടപ്പില്ല എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലും വിവിധ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. ഈ വിഷയത്തില് പ്രതിപക്ഷ പാർട്ടികള് വിവാദങ്ങൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ വഷളാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യോഗി ആദിത്യനാഥ് വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ മറയാക്കി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. പരീക്ഷ എഴുതാൻ വരുമ്പോൾ ആൾമാറാട്ടം കളിക്കുന്നു. ഇസിയാൻ എന്റെ ചാനലിലുണ്ട് എന്റെ നമ്പര്. അപ്പോ ഈ പട്നയുടെ പ്രാന്തപ്രദേശത്തുള്ള ധനപുരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ശക്തമായിട്ടുള്ള ഇൻവിജിലേഷൻ വേണം. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാംകൃപാൽ യാദവ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അത് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബുർക്ക ധരിച്ചെത്തിയവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തുകളിൽ അംഗനവാടി വർക്കർമാരെ നിയോഗിക്കാനാണ് തീരുമാനിച്ചത്. ഈ നടപടിയെ പ്രതിപക്ഷം എതിർത്തു. എന്തിന്? സ്ത്രീകളാണല്ലോ അംഗനവാടി ജീവനക്കാർ, അവരാണല്ലോ ഇവര് തന്നെയാണോ എന്ന് നോക്കുന്നത്. സ്ത്രീകൾ നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അപ്പോ നമ്മൾ മുത്തലാഖൊന്നും ഞങ്ങളുടെ പുരുഷന്മാരൊന്നും പറയുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം? പിന്നെ നമ്മള് മുത്തലാഖ് നിരോധിക്കണം. അല്ല, ഇസിയാൻ എന്താ പറഞ്ഞത്? ലൈവ് നിർത്തിയിട്ട് നിന്റെ കോൾ എടുക്കണമെന്നാ? ഇവരൊക്കെ എവിടുന്ന് കൾച്ചർ പഠിക്കുന്നതാ? എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. ഇവർ എവിടെ നിന്നാണ് ഈ സംസ്കാരം പഠിക്കുന്നത്? ഞാനൊരു വിഷയത്തെ കുറിച്ച് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ വിളിക്കട്ടെ ഫോണില്, ആദ്യം ഫോൺ നമ്പർ ചോദിച്ചു, ഇപ്പൊ വിളിക്കട്ടെ എന്ന്. എങ്ങനെയുണ്ട്? അതായത് ഈ ലൈവ് നിർത്തിയിട്ട് ആളുമായിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കണം. ഇവര് വിഷയത്തിൽ നിന്നും ആളെ വ്യതിചലിപ്പിക്കുക, പ്രവോക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതല്ലാതെ ഇവർക്കൊന്നും സംസാരിക്കാനോ ഒന്നുമല്ല. എത്രയോ നാളുകളായിട്ട് ഫോൺ നമ്പർ വിട്ടിട്ട് കോളിംഗ് പ്രോഗ്രാമിൽ ഇരുന്നതാ. അന്നേരം ഒന്നും പറയാനില്ല ഇവർക്ക്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് കയറി വരും കുറച്ച് കുത്തിത്തിരിപ്പുകളുമായിട്ട്. ഒരു 5ന്റെ വിവരമില്ലാത്തൊരു ടീംസ് ആണ് ഇവർ പിന്നെയും നമ്മളെ അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പറഞ്ഞാലും, നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞാലും, എത്ര വിമർശിച്ചാലും, എത്ര പരിഹസിച്ചാലും ഞങ്ങൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആളാണ് തോന്നുന്നത് വിളിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ശല്യമാണ് ഇവരെ. കൊഞ്ചാ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ ഇവർക്കൊന്നും? ഇസിയാനെ പറഞ്ഞു വിട്ടേക്ക. പ്രേമരാജൻ പറഞ്ഞു വിടേളെ. അപ്പോ ഇവരെ
എവിടെയും പ്രശ്നക്കാരാണ്. ഇവർക്ക് തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വെച്ച പ്രശ്നമാണ്. ഇവതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കണ്ടില്ലേ, ഇവർക്ക് ഹിജാബ് എടുത്ത് എല്ലായിടത്തും പ്രശ്നങ്ങൾ 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 ഇത് തന്നെയാണ് ഇവർക്ക്. അപ്പൊ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണോ? കോൺഗ്രസും RJDയും അങ്ങനെ തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ബുർക്കയുടെ പേരിൽ വിവാദങ്ങൾ ഉയർത്തുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അവർ എതിർക്കുന്നു. അവരുടെ ആവശ്യം എന്താണ്? ബാലറ്റിംഗ് പേപ്പറുകളാണ്, വീണ്ടും കൊണ്ടുവരണം അത്. അങ്ങനെ വന്നാൽ അവരുടെ കൂട്ടാളികൾക്ക് ബൂത്തുകൾ പിടിച്ചെടുക്കാൻ അവസരം ലഭിക്കില്ലേ എന്നാണ് യോഗി ആദിത്യനാഥ് ചോദിച്ചത്. അവിടെ ഇതൊന്നും നടപ്പില്ല. യോഗിയോട് ഇവരുടെ ഒരു തന്ത്രവും നടപ്പില്ല. ബീഹാറിലെ വികസന കുതിപ്പ് തുടരാൻ തയ്യാറെടുക്കുന്ന NDA സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് യോഗി ആദിത്യനാഥ് കണ്ടെത്തി അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അപ്പോ തന്റെ സംസ്ഥാനത്തിലെ മാഫിയകളെ, RJDയുടെ പങ്കാളികളാണ് എന്നാണ് യോഗി പറഞ്ഞത്. ഈ NDA ഭരണത്തിന്റെ കീഴില് ബീഹാറിലും അവർ ഇതേ അവസ്ഥ തന്നെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന്റെ മടിയിലിരുന്ന് രാഷ്ട്രീയ കളികൾ കളിക്കാനാണ് RJD ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന് യോഗി പരിഹസിക്കുകയും ചെയ്തു. തന്റെ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ എതിരാളികളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയും അതുപോലെ ജയപ്രകാശ് നാരായണന്റെ ആദർശങ്ങളോട് നിസ്സംഗത പുലർത്തിയിരുന്നവരാണ് എന്ന് യോഗി പറഞ്ഞു. ഇപ്പോ JPയുടെ ജന്മദേശത്ത്, ജയപ്രകാശ് നാരായണന്റെ ജന്മദേശത്ത് അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിച്ച ഒരു ആശുപത്രി നവീകരിക്കാൻ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ യോഗി ആദിത്യനാഥ് ബീഹാറിലെത്തി. അന്ന് അദ്ദേഹം കൃത്യമായ രൂപത്തിൽ ബുർക്കയ്ക്കെതിരെ എന്താണോ പറയേണ്ടത് കൃത്യമായ രൂപത്തിൽ അദ്ദേഹം അത് പറഞ്ഞു വെച്ചു. ഈ ബുർക്ക ധരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവർ അഴിച്ചുവിടാൻ ശ്രമിച്ചിട്ടുള്ളത്. ചെറിയ കാര്യങ്ങളാണോ ഇവർ ചെയ്തിട്ടുള്ളത്? ഇപ്പോ ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഈ കൊച്ചിന്റെ വാപ്പയും തുടർന്ന ഈ പ്രശ്നം കാരണം മറ്റ് 2 കുട്ടികളെ, 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേരന്റ് തീരുമാനിക്കുന്നു. കാരണം ഞങ്ങളുടെ കുട്ടിക്ക് ഹിജാബ് ഇടണം, അതിടാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവര് മാറുന്നു. വീണ്ടും ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നം അഴിച്ചുവിട്ട, ഈ പ്രശ്നം കത്തിച്ചുവിട്ട SDPIക്കാർ എന്ത് ചെയ്തു? തന്ത്രപൂർവ്വം അതിൽ നിന്നും രക്ഷപ്പെട്ടു. പാതി വഴിക്കിട്ടിട്ട് പോയി. പാതി വഴിക്ക് ഇവരെ, കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും ആവശ്യവും ഇത് തന്നെയായിരുന്നു. അവരുടെ ആവശ്യവും ഈ വിഷയം ജ്വലിപ്പിച്ച് നിർത്തുക എന്നത് തന്നെയായിരുന്നു. അവരാഗ്രഹിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഈ വിഷയം വൈറലായി. അത് കഴിഞ്ഞപ്പോഴേക്ക് പതിയെ അവരങ്ങോട്ട് രക്ഷപ്പെട്ടു. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ബുർക്ക എന്ന് പറയുന്ന വേഷം, ഇവര് പറയുന്ന ഒരു കഷ്ണം തുണിയാണോ ഇവിടുത്തെ പ്രശ്നം? പരീക്ഷ എഴുതാൻ വരുമ്പോൾ പോട്ടെ, ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഈ വേഷം നിരോധിച്ചപ്പോൾ ഇവര് മിണ്ടിയോ? ഇല്ല. ജാമിയ നദവിയ അറബിക് കോളേജില് ഈ വേഷം നിരോധിച്ചപ്പോൾ ഇവര് മിണ്ടിയോ? ഇല്ല. അതെന്താ കാരണം? അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അല്ലെ? കാരണം ഇരുഭാഗത്ത് മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല എന്ന് വന്നപ്പോൾ അവർ സൈലന്റ് ആയി. പക്ഷേ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ? ക്രിസ്ത്യാനികളാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. അവിടെയും എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് കുറെ ആയി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മുസ്ലിങ്ങൾ എന്തോ വലിയ വ്യതിരിക്തത അനുഭവിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടണം എന്നുമുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പോർച്ചുഗലില് പറ്റില്ല, ഫ്രാൻസിൽ പറ്റില്ല, നെതർലാൻഡ്സിൽ പറ്റില്ല, അവരൊക്കെ ഇവരെ കൊണ്ട് ശരിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ മതമേ വേണ്ട എന്ന് പറയുന്നത്. ചൈനയിൽ ഇസ്ലാം ഒരു മാനസിക രോഗമാക്കി മാറ്റിയത് എന്തിനാ? ഇവർക്ക് ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഞങ്ങളുടെ മതത്തെ ഇതാ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് ഇല്ല. കാരണം എന്താ?
അവിടെയൊന്നും ഇവരുടെ ഒരു വേലയും നടക്കില്ല. ഇവരുടെ ഒരു അഭ്യാസവും അവിടെ നടക്കില്ല. ഇവരല്ലെങ്കിൽ ഇവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രൂപത്തിൽ അട്ടഹാസം ഉണ്ടാക്കാൻ അവിടെ പറ്റുമോ? ഇതാണ് നമുക്ക് ടോട്ടൽ പറയാനുള്ളത്. ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് തന്ത്രപൂർവം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രൂപത്തിൽ മാറി നിൽക്കും. ഇവരെന്താണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവരുടെ രീതികളെ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ചേക്കേറിയ രാജ്യങ്ങളിലൊക്കെ ഇവര് പറയുന്നു, ഒരു കഷ്ണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു കഷ്ണം തുണി അല്ല പ്രശ്നം, നിങ്ങളാണ് പ്രശ്നം. നിങ്ങളുടെ ചിന്താഗതികളാണ് പ്രശ്നം. ഇവര് ക്യാൻസർ ആണ്, ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് ഇവരൊരു വൈറസ് ആണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു തരം വൈറസ്, ഒരു വാക്സിനേഷനും വഴങ്ങാത്ത വൈറസ്. ഇവർക്കിനിയും നിക്കരിക്കാൻ സ്ഥലം വേണം. അത് കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ മാറ്റേണ്ടി വരും. അതും കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾ മാത്രം മതി ഈ സ്ഥാപനത്തിൽ. അത് കഴിഞ്ഞാൽ നോമ്പുകാലത്ത് അടച്ചിടേണ്ടി വരും. അത് കഴിഞ്ഞാൽ പള്ളികൾ വേണ്ടി വരും, നോമ്പ് പിടിക്കേണ്ടി വരും, നോമ്പ് തുറക്കേണ്ടി വരും, തറാവി നമസ്കരിക്കേണ്ടി വരും, ജുമുഅ നമസ്കരിക്കേണ്ടി വരും എന്ന് തുടങ്ങി ഇവരുടെ ആവശ്യങ്ങൾ അനന്തമായി നീളും. അതേ റിനി, 6-ാം നൂറ്റാണ്ടിൽ നബി ഒരു കക്കൂസ് ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അപ്പിക്കുപ്പായത്തിന്. യൂറോപ്പിൽ മാത്രമല്ല, റോഡിൽ തറാവി നമസ്കരിക്കാൻ അമേരിക്കയിലും ന്യൂയോർക്കിലും ഇവര് ശ്രമിക്കുന്നു. യൂറോപ്പിൽ മാത്രമാണോ? ഇവർക്ക് റോഡിൽ നമസ്കരിക്കണം, ഫ്ലൈറ്റിൽ നമസ്കരിക്കണം. ഇവര് ചെന്ന് കേറിയിടത്തെല്ലാം ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം വണ്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക. അപ്പോ കേരളത്തിലെ നബിയുടെ മുടി വരെ വളരുന്നു, കബറുകൾ വളരുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാം വളരുന്നത് പോലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ചത്തുപോയി ചീഞ്ഞഴുകിയ നബിയുടെ മുടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ 1/2 സെന്റിമീറ്റർ വളർന്നു. 1400 കൊല്ലം കൊണ്ട് 1/2 സെന്റിമീറ്റർ ഒക്കെ വളർന്ന മുടിയുടെ അവസ്ഥയെ AP കാന്തപുരം പറഞ്ഞതല്ലേ? ഇത് പബ്ലിക്കിൽ വന്നിട്ടല്ലേ പറഞ്ഞത്? വലിയ രൂപത്തിൽ ചർച്ചകളായതല്ലേ? നബിയുടെ ഒരു ഇച്ചിരി മലം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്തു ആകുമായിരുന്നു? വലിയ കക്കൂസായിട്ട് വളരുമായിരുന്നല്ലേ? ഇതും വിശ്വസിക്കാൻ കുറെ മലരുകൾ ഉള്ളിടത്തോളം ഈ തുമ്പൻ സ്ട്രീമിന് ഒരു കാലത്തും വെളിവ് വെക്കത്തില്ല, ഒരു കാലത്തും. സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. റംല ബീഗം, നിന്റെ തന്തയുടെ തറവാടല്ല സോഷ്യൽ മീഡിയ, ഇത് ജൂതനുണ്ടാക്കിയ മീഡിയയാ. അപ്പിക്കുപ്പായക്കാരിയായിട്ടുള്ള കൃഷിക്കാരി ഇറങ്ങിപ്പോടി എന്ന് ആട്ടി വിടുന്നതിന് മുമ്പ് പോയൊരു മൂലയ്ക്ക് പോയിരുന്നോ മോള്? ചെല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കും, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് ചെല്ല. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചു എന്നോട് ഇറങ്ങിപ്പോടി? ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അത് ഇവർ അഭിനയിക്കുവാണോ എന്നറിയില്ല. അപ്പോ സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ലിയഷ്തറൂബിഹി സമനം കലീല, അവര് ദുനിയാവ് വിൽക്കുവാണ്, അല്ല ആഖിറം വിൽക്കുവാണ് ദുനിയാവിന് വേണ്ടി. പണമാണ് മുഖ്യം. അപ്പൊ ജനങ്ങളുടെ സമ്പത്ത് ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഇവർ ഭക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. സ്വർണവും വെള്ളിയും
നിക്ഷേപമാക്കി വെക്കുന്ന വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എങ്ങനെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ സ്വന്തം കാര്യത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതാണ്, ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ശരിയായ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ പണത്തിനു വേണ്ടി എന്ത് നുണകളും പറഞ്ഞു കൂടെ നിൽക്കും. അവസാനം തന്റെ അധികാര കസേരകളുടെ കാലിളകുന്നു എന്ന് കണ്ടാൽ കളം മാറ്റി ചവിട്ടാനും യാതൊരു മടിയുമില്ല. മതം വിട്ടവരെ എന്ത് ചെയ്യണം? കൊല്ലണം. ഈ ക്യാൻസർ പിടിച്ച ഈ ഒരു വൈറസിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞാലും നമ്മൾ കളഞ്ഞാലും നമ്മളെ കളയാത്ത ഈ ഇസ്ലാമിനെ എന്തോ ചെയ്യാനാ? എന്തോ ചെയ്യാനാ? ഒരു രക്ഷയുമില്ലെന്ന് ഇവർക്കൊന്നും ഒരു കാലത്തും ബോധം വരാൻ പോകുന്നില്ല. മതം വിട്ടാൽ അവരെ കൊല്ലണമെന്ന് പറയുന്ന മാനവികത. എന്നിട്ട് പറയാണ് ഇത് ഭയങ്കര മതേതരത്വമാണത്രേ. കാക്കത്തൊള്ളായിരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എന്തിനാ? സമാധാനം സ്ഥാപിക്കാൻ. സമാധാനം സ്ഥാപിക്കാൻ. മ്യാൻമാറില് ബുദ്ധിസ്റ്റുകള്, ഇന്ത്യയിലെ RSSകാർ ഇവരുടെ തർക്കം, യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ, പലസ്തീനിലെ ജൂതന്മാര്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവര് പറയും ഞങ്ങൾ സമാധാനമാണെന്ന്. വാളുകൊണ്ടുണ്ടാക്കിയ സമാധാനമല്ലേ ഈ സമാധാനം? എന്നിട്ട് നമ്മൾ മാത്രം സത്യമതമാണെന്ന്. എന്തോന്ന് സത്യം? മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഇസ്ലാം. ലോകം മുഴുവനും ശരീഅത്ത് നിയമമാക്കി മാറ്റണം. അതെ, ലോകം മൊത്തവും ഇസ്ലാം ഭരിക്കുന്ന ഒരു നാള് വരാനുണ്ട് അത്ര ഇവർക്ക്. കൊള്ളാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജിയാണ് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് ഇതര മതവിഭാഗങ്ങളെ ഉണർത്തിയത്. അവർക്ക് മനസ്സിലായി ഇനിയും നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ, ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ, ഇവര് കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വരൂപം പുറത്തെടുത്തിട്ട് ലോകം മുഴുവനും സമാധാനം വാരി വിതറുന്നതിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടലാണ് ഈ നടക്കുന്നത്. അതെ, ആദ്യം മനുഷ്യനാകണം. ചുറ്റിനും ജീവിക്കുന്ന ആളുകൾക്ക് ജാതി മത ലിംഗ ഭേദമന്യേ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയണം. സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കാണാൻ തയ്യാറാകണം. പെറ്റുപെരുക്കി വളർന്നിട്ട് ഞങ്ങൾ ഇതാ പടവലങ്ങ പോലെ വളരുവാണേന്നാണ് ഇവര് പറയുന്നത്. നിങ്ങൾ വളർന്നോ? കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരെ തളർത്തി നിങ്ങൾ വളരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ജീവിക്കാൻ ഏത് മേഖലയിലാണ് മതം വേണ്ടത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനാണ് മതം? ആതുരാലയങ്ങളിൽ എന്തിനാണ് മതം? ആശുപത്രികളിൽ, വൃദ്ധസദനങ്ങളിൽ എന്തിനാണ് മതം? ഒരിടത്തും മതം ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും മതത്തിൽ നിന്നും വിഭിന്നമായ ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് എല്ലായിടത്തും മതം. സ്കൂളിൽ പോയാൽ മതം, കോളേജിൽ പോയാൽ മതം, ആശുപത്രിയിൽ പോയാൽ മതം, ആതുരാലയത്തിൽ പോയാൽ മതം. അങ്ങനെ എല്ലാത്തിലും മതം വന്നു 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 വന്ന് ഇന്ന് മതമില്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള സ്ഥിതിയിലെത്തിയപ്പോൾ അതിപ്രസരമുണ്ടല്ലോ, നമ്മൾ പറയാറില്ലേ, അധികമായാൽ അമൃതും വിഷമാണെന്ന്. ഇത്രയും കാലവും ഇവര് ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നു, ആരും പ്രശ്നമുണ്ടാക്കിയില്ല. അത് അധികമായപ്പോൾ 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം 15ഉം 40ഉം പള്ളികൾ വെച്ച് മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ, പഠിക്കാൻ സമ്മതിക്കാതെ, രോഗികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഈ വിളിച്ചുകൂക്കലും പ്രശ്നങ്ങളുമായപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി. അധികമായപ്പോൾ ഇവിടെ ഹലാല് വന്നു, പ്രശ്നമില്ല. ഇത്രയും കാലവും ഇവര് ഹലാലിന്റെ മറവിലായിരുന്നു ഇവർ ഓരോന്നും കടത്തിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോൺ ഹലാല് വരാൻ തുടങ്ങി. ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ അധിക പ്രസംഗങ്ങളാണ്.
ഞങ്ങളു മാത്രമേ എല്ലായിടത്തും പാടുള്ളൂ, ഞങ്ങൾക്ക് മാത്രം എന്തോ കൊമ്പും തുമ്പിക്കൈയും ഉണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. ജനങ്ങൾക്ക് പ്രതികരിക്കണ്ടേ? ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. എല്ലാ കാലത്തും ഇവരെ പേടിച്ച് 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 പോകേണ്ട കാര്യമുണ്ടോ? തന്നെയുമല്ല, ഏറ്റവും കൂടുതൽ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ്. വൈറലായിരിക്കുന്ന പല പാട്ടും ഡാൻസും അതുപോലെ പല രൂപത്തിലുള്ള എമിറ്റേറ്റിംഗ് ചെയ്യുന്ന പാനലുകൾ ഉണ്ടല്ലോ, നോക്കി നോക്ക്. മുസ്ലിം സ്ത്രീകളാണ് എല്ലാത്തിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ഈ മൺതരി കൈ വെള്ളക്കകത്ത് ഒതുക്കുന്നത് പോലെ നിങ്ങൾ പിടിച്ച് സ്ത്രീകളെ കെട്ടിയിടാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ആ മണൽത്തരി ഊർന്നുപോയി എന്ന് വിചാരിച്ചാൽ മതി. പെണ്ണുങ്ങളോട് വീട്ടിൽ അടങ്ങിയിരിക്കാൻ, സ്ത്രീകൾ വീട്ടിൽ അടങ്ങി കഴിയണമെന്ന് പുരുഷനോ അടക്കാൻ ഒരാള്. മുസ്ലിം സ്ത്രീ ഭർത്താവിന്റെ 4 ഭാര്യമാരിൽ ഒരാളായിട്ട് ഒതുങ്ങി ജീവിച്ചോളാം. 4-ാം അധ്യായം 34-ാമത്തെ വചനം. ഭാര്യയ്ക്ക് ഭർത്താവ് എപ്പ കൃഷി ചെയ്യണമെന്ന് തോന്നുന്നോ കലപ്പയും കുറിപ്പിച്ച ആള് വരും, ഭാര്യ കിടന്നോണം കൃഷി ചെയ്യാൻ. 2-ാം അധ്യായം 223-ാമത്തെ വചനം. ഖുർആനാണ് പറയുന്നത്. മുസ്ലിം സ്ത്രീക്ക് ഇഷ്ടമുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല, വസ്ത്ര സ്വാതന്ത്ര്യമില്ല. അവരെപ്പോഴും ഈ കറുത്ത ചാക്കിന്റെ അകത്തിറങ്ങി നിന്നോണം. മൂടിക്ക് വലിച്ചു കെട്ടി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തും. കൃഷി ചെയ്യാൻ മുട്ടുമ്പോഴത്തേക്കിന് അത് അഴിക്കും, ഇറക്കും, കിടത്തും, കൃഷി ചെയ്യും, കൊണ്ടുപോയി അവിടെ ഇരുത്തും. ഇനി അതൊക്കെ നടക്കുന്ന സംഗതിയാണോ? പടച്ചോന് പോലും അറിയില്ലായിരുന്നു പെണ്ണുങ്ങളുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ പുരുഷന് ഉദ്ധാരണം ഉണ്ടാകും. ഉമർ അത് കണ്ടുപിടിച്ചത്. ഉമർ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോയി കുറ്റിക്കാട്ടിലിരുന്നതാ. സ്ത്രീകൾ വരുമല്ലോ, അപ്പൊ മാറു മറയ്ക്കാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവരടിമ പെണ്ണുങ്ങളാണ്, ഓടിപ്പോയി അവരെ പിടിച്ചിട്ട് കളിച്ചിട്ട് അവരെ വെറുതെ വിട്ടേക്കാമെന്നുള്ള രൂപത്തിൽ. അതെ, മറ്റ് മാറ് മറച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളാണ്, അവരെ പിടിക്കാൻ പറ്റില്ല. അവരെ പിടിച്ചാൽ വിവരം അറിയും. അപ്പോ നബി തന്റെ അനുയായികൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വേഷം. ഉമറിന്റെ താല്പര്യമാണത്. മുഹമ്മദ് എന്നിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പപ്പോ മുഹമ്മദിന് ആയത്തിറങ്ങുമല്ലോ. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 118-ാമത്തെ ഹദീസ്, 255-ാമത്തെ ഹദീസ് നമ്പറും അത് തന്നെയാണ്. നിങ്ങൾ നോക്കി നോക്ക്. സ്ത്രീകൾ കരയാൻ പോലും പാടില്ല എന്നാ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 636-ാമത്തെ ഹദീസില്. മർദോം കേ ലിയേ ഹർസുൻ മുറവ, സ്ത്രീകൾക്ക് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുള്ളത് എന്തിനാ? കൃഷിയിടമാകാനാ. നിനക്ക് പെണ്ണുപിള്ളേ വേണ്ടേ? കണ്ടു കളഞ്ഞു 65-ാം അധ്യായം 1-ാമത്തെ വചനം. നിനക്ക് വേണ്ടേ? കളഞ്ഞേരെ, വേറെ അതിനെക്കാട്ടിൽ നല്ലത് പഠിച്ചു വേറെ തരും, കുഴപ്പമൊന്നുമില്ല. ഇനി മാതാപിതാക്കളെ പോലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പേരൻസ് ആക്കേണ്ടത്. അതെ, എന്തുകൊണ്ടാണ് അഖില ഹദിയ തന്റെ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞത്? അവരെ സ്വീകരിച്ച മതം പഠിപ്പിച്ചതുകൊണ്ട്. എന്തുകൊണ്ടാണ് ശ്രുതി എന്ന പെൺകുട്ടി തന്റെ മാതാവിനെ വെറുത്തത്? റഹ്മത്തായപ്പോഴാണ്. എന്തുകൊണ്ടാണ് ചിത്ര എന്ന പെൺകുട്ടി തന്റെ പിതാവിന് അറ്റാക്ക് വന്നിട്ട് പോലും ആശുപത്രിയിൽ പോകാതിരുന്നത്? അവൾ നസ്റിനായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഏതേത് സാഹചര്യങ്ങളിലായിരുന്നാലും ശരി, ഇസ്ലാം ഓരോരോ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന എഫക്റ്റ് ചെറുതല്ല. മാതാപിതാക്കളുടെ പോലും വിശ്വാസം നോക്കിയിട്ടു വേണം അവരുടെ ഗൈഡൻസ് സ്വീകരിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ അനുസരിക്കാൻ. 9-ാം അധ്യായം 23-ാമത്തെ വചനം എഴുതിയിട്ടുണ്ട്. ആയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇസ്ലാം എന്ന മതവിശ്വാസം ഉപേക്ഷിച്ചാൽ പിന്നീട് അവര് ജീവിച്ചിരിക്കാൻ അർഹരല്ല, കൊന്നേക്കണം അവരെ. മുർത്തദ്ദുകൾ കൊല്ലപ്പെടേണ്ടവരാണ്. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 2089-ാമത്തെ ഹദീസാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് സ്വർഗവും നരകവും കണ്ട പ്രവാചകൻ കണ്ടിരിക്കുന്നു. അവരിവിടെയും പേറിയന്ത്രം, അവിടെയും പേറിയന്ത്രം. അവിടെ പെറുന്നില്ലെന്നേ ഉള്ളൂ. പുരുഷനെ സുഖിപ്പിക്കുക. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 203-ാമത്തെ ഹദീസ്. മുസ്ലിം സ്ത്രീ
നിഷേധ ഭാവമുള്ളവളായതുകൊണ്ടാണ് നരകത്തിൽ എത്തിയത് എന്ന് സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 545 ഹദീസ്. ആദമിന്റെ വളഞ്ഞ വാരിയലിൽ നിന്നാണല്ലോ ഹവ്വയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ കുറച്ച് വക്രതയുണ്ടാകും. അതുകൊണ്ട് അവരെ ആ വളവോടുകൂടി തന്നെ നീ ഉപയോഗിച്ചോളാൻ നോക്കാൻ ശ്രമിക്കരുത്, ഒടിഞ്ഞു പോകുമെന്ന് നബി. ഇതൊക്കെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അംഗീകരിക്കുക. എനിക്ക് ആത്മാഭിമാനമുള്ളത് കൊണ്ടാണ് എന്റെ മതം എന്നെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനായി പോലും എന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇസ്ലാം എന്ന മതത്തിന് സാധിക്കുന്നില്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അതെന്താ, സ്ത്രീകൾ മാത്രമാണോ തെറ്റ് ചെയ്യുന്നത്? സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1812 ഹദീസാണ്. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഉൾപ്പെടെ ഒന്നടങ്കം നരകത്തിൽ പ്രവേശിക്കും. എന്താ കാരണം? പുരുഷന്മാരില്ല, സ്ത്രീകളാ കൂടുതൽ. പുരുഷന്മാര് തെറ്റിയതല്ല ജൂതന്മാരുടെ തലയിൽ വെച്ചു കൊടുക്കുമല്ലേ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജൂതന്മാരുടെ തലയിലാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്ന സകലമാന തെറ്റുകളും വെച്ചു കൊടുത്തിട്ട് അവരെ നരകത്തിൽ ഇവരെ സ്വർഗത്തിൽ വിടുമെന്നാ പറഞ്ഞത്. അതുപോട്ടെ, യുക്തിബോധമില്ലാത്ത ഒരു പടച്ചോനായിപ്പോയി. ഖുർആൻ 19 അധ്യായത്തിന്റെ 71 പറയുന്നത് ആ നരകത്തിൽ നിങ്ങളിൽ ആരും പ്രവേശിക്കില്ല, മുസ്ലിങ്ങളിൽ ആരും പ്രവേശിക്കില്ല. KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല യുദ്ധത്തിൽ. ആർക്കാണ്? കാഫിറുകളാണ് നരകത്തിൽ കിടന്നിരിക്കുന്നത്. കരിങ്കല്ലുകളും കാഫിറുകളുമാണ് നരകത്തിൽ കിടന്നിരിക്കുന്നത്. മരണാനന്തര സ്വർഗത്തെ സംബന്ധിച്ച് ഒരാളും ആ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആരും നരകം കണ്ടിട്ടില്ല. ചത്തു തൊലഞ്ഞു പോയതിനു ശേഷം ഒരാളും ഹൂറിയെ കയറി കളിച്ചിട്ടില്ല. ഒരാളും ഹൂറിയുടെ മാറോ മോറോ കണ്ടിട്ടില്ല. എന്നിട്ടും ഹൂറികളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് മുസ്ലിം പുരുഷന്മാരെ കമ്പികളാക്കി നിലനിർത്തുന്നതിൽ ഉസ്താദുമാര് സഹിക്കുന്ന ത്യാഗം ചെറുതല്ല. ചിലർക്ക് അങ്ങനെയാണ്. ദൃശ്യം സുഖം, സ്പർശനം സുഖം എന്ന് പറയുന്നത് പോലെ ചില ആളുകള് പറഞ്ഞു സുഖിക്കുന്ന ആളുകളുണ്ട്. എന്നാണ് ഇവർക്ക് ഇനിയിപ്പോ ബുദ്ധി വരുന്നത് എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെയൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയേ ഇല്ല. ഇവരെ കുറിച്ച് നമുക്ക് എപ്പോഴും ചോദിക്കാനുള്ളതാണ് ഇതൊക്കെ. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇവര് ജീവിക്കുന്നത്? ഇന്ന് പണം കയ്യിലുണ്ടെങ്കിൽ ഏത് സ്വർഗവും നമ്മുടെ കൈവെള്ളയിൽ വരുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇവര് വിചാരിക്കുന്നത് നല്ല നല്ല ഭക്ഷണം സ്വർഗമാണ്. ഇഷ്ടപ്പെടുന്ന ഭക്ഷണം. ഇന്ന് ആരാ ഭക്ഷണവും തുണിയും ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്? അതായത് സെക്സ് എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തില് അനിയന്ത്രിതമാം വിധമുള്ള സെക്സിനെ എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ അനാവശ്യമായിട്ടുള്ള വർണ്ണനകളിൽ സ്വർഗത്തെ വിഭാവനം ചെയ്തു നബി. ആ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇവർ ഈ ചാടി കളിക്കുന്നത്. ആ സ്വർഗമുണ്ടോ? ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു സ്വർഗത്തിന് വേണ്ടിയാണോ സഹജീവിയുടെ പിരടിക്ക് ഇവര് കാച്ചുന്നത്? സഹജീവിയെ ജീവിക്കാൻ അനുവദിക്കാതെ മതത്തിന്റെ പേരിൽ അവർ കാഫിറുകളുടെ മക്കളായി ജനിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടാണോ? അവരെന്ത് ചെയ്തിട്ടാ? ഇതൊക്കെ ആകാശത്തിരുന്നൊരു സൃഷ്ടാവ് നിയന്ത്രിച്ചത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത വിശ്വാസികളല്ലേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പിന്നാലെ പോകത്തുള്ളൂ. ഇരുമ്പ് നിക്കറിട്ട് സ്വന്തമായി ചിതറിത്തെറിക്കാൻ ഇവർ തയ്യാറാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ സ്വർഗത്തിന് വേണ്ടിയല്ലേ? സ്വന്തം മാതാപിതാക്കളെ വെറുക്കാനും കൊല്ലാനും തയ്യാറാകുന്നത് എന്തിനു വേണ്ടിയാ? ഈ സ്വർഗത്തിന് വേണ്ടിയല്ലേ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്വർഗത്തെ പറഞ്ഞ് മനുഷ്യനിപ്പോ ആ സ്വർഗം കേട്ടാൽ തന്നെ ഒരു പൂതിയില്ലാതെയായി. അവര് തന്നെ അത് വലിച്ചെറിഞ്ഞു തുടങ്ങി. എന്നിട്ട് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു തീവ്രവാദി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? അതെ, ഇസ്ലാമിക ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരണം അത്രേ.
അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ അവരെ ഇല്ലാതാക്കുന്ന, അവരെ കൊല്ലണം എന്നുള്ള നിയമം, അവരുടെ കൈകാലുകൾ ഛേദിക്കണം എന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. ഇത്രേ ഉള്ളു കാര്യം. പെണ്ണ്, പണം, അധികാരം, ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയിട്ട് മമ്മദണ്ണൻ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പു മാത്രമാണ് ഈ സ്വർഗം. മമ്മദണ്ണന് സുഖമായി ജീവിക്കണമായിരുന്നു. പെണ്ണ് അദ്ദേഹത്തിന് ഹരമായിരുന്നു. അധികാരം അതൊരു ലഹരിയായിരുന്നു. ഇതൊക്കെ വെച്ച് പാവപ്പെട്ട വിശ്വാസികളെ പരലോകം പറഞ്ഞു പീഡിപ്പിച്ച് അറേബ്യയിലെ ആ കാലഘട്ടത്തില് നൂറുകണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്ന, നൂറുകണക്കിന് ബിംബങ്ങൾ ഉണ്ടായിരുന്ന, പ്രതിമകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് അതിൽ ഒന്നിനെയും മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിന് രൂപമില്ല എന്ന് പറഞ്ഞ് അതിനെ അൽ ലോഹു എന്ന് പേരുമിട്ടിട്ട് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ഈ പടച്ചവന്റെ മക്കളാണ് എന്നിവരറിയാതെ പോയി. പിന്നീട് വന്ന ആളുകൾ മനസ്സിലാക്കി 3 പെൺമക്കളുള്ള ദേവനാണ് പടച്ചവൻ. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വചനങ്ങൾ ഒരു പുസ്തക രൂപത്തിലാക്കി ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് സൽമാൻ റുഷ്ദിയെ കൊല്ലാറുള്ളത്. എന്തുവാണ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്വർഗവും സെക്സും സുഖാനുഭൂതികളെ കുറിച്ചും പറഞ്ഞു ഈ പാവങ്ങളെ കമ്പികളാക്കി ഇവരെന്തോ ഉണ്ടാക്കി ഇത്രയും കാലമായിട്ട്. ചോരപ്പുഴ ഒഴുക്കി സമാധാനമായി ജീവിച്ചിരുന്ന നാടുകളിലെല്ലാം ആ സമാധാനത്തിന്റെ വിത്തുകൾ പാകി. അല്ലാതെ എന്തോ ഉണ്ടാക്കി ഇവരെ. ഇസ്ലാമിന്റെ മുഖ്യ ആശയം തന്നെ എന്താണ്? മറ്റു മതങ്ങളെ ഇല്ലാതാക്കണം. യഹൂദന്മാര് വേണ്ട, നസ്രാണികൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട, ഹിന്ദുക്കൾ വേണ്ട, ബുദ്ധന്മാര് വേണ്ട, അവരുടെ എല്ലാ മത നിയമങ്ങളും മോശമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം, അറിയിക്കണം. അറേബ്യയിലെ ഗോത്ര നിയമങ്ങളാണിതെല്ലാം. ബാക്കി എന്താണ്? മുഹമ്മദിന്റെ കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മുഹമ്മദിന് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി അതിനകത്തൊന്ന് ചേർക്കാനുണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ട് ചേർത്തു. മയക്കുമരുന്നിനേക്കാൾ ലഹരിയുള്ള ഒരു തരം ലഹരിയാണ് ഈ ഇസ്ലാം എന്ന മതം. പെണ്ണും പണവും അധികാരത്തിനു വേണ്ടി നബി അണ്ണൻ തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനം മാത്രമാണ്. നിർത്തമെന്ന് പറയുന്നു. നബിയുടെ വിവാഹത്തെ കുറിച്ചൊക്കെ വിമർശിക്കുന്ന ആളുകളെ കൈകാലുകൾ ഛേദിക്കാൻ നിയമമുണ്ടാകണമെന്ന്, അവരെ കൊല്ലാൻ നിയമമുണ്ടാകണമെന്ന്. കണ്ടില്ലായിരുന്നു ആ വീഡിയോ? കാണിച്ചു തരാമേ. ഇവരൊക്കെ എന്തുവാണെന്ന് ഇവരൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്? എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാകാത്ത ഏക വിഭാഗമാണ് ഇവര്. ഭീകരന്റെ വീഡിയോ നോക്കട്ടെ. ഉടനെയൊന്നും ഇവരിൽ വെളിവുണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. നല്ല മാതൃക. അതെ, 33-ന്റെ 50-ലുണ്ട് നബിയുടെ പിടിച്ചാ കിട്ടാത്ത മാതൃക. പോയെന്നിട്ട് കേട്ടു നോക്ക്. ആരെ വേണമെങ്കിലും കെട്ടാം. നബിയുടെ ലക്ഷ്യം ഭോഗമായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോൾ എന്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ, ഒരു മുഖമില്ലാത്ത വ്യക്തി, ഒരു വീഡിയോ ചെയ്തു. അത്യാവശ്യം റീച്ചായി. എന്നിട്ട് എന്റെ DM-ലും കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു. ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ കമന്റ്
ഒരു വർഗീയതയാണ്, അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത്. അപ്പോ മാന്യമായ വിമർശനങ്ങൾ നോക്കിക്കോണേ, ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മാന്യത പ്രതീക്ഷിക്കുവാണ്. ഒന്ന്, ഞാനൊരു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ എന്താ പറഞ്ഞെന്നറിയാമോ? അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്ത് കഴിഞ്ഞാൽ അവരെ കൊല്ലാനും കയ്യും കാലും വെട്ടാനും ഇവിടെ നിയമം ഉണ്ടാകണമെന്നാ പറഞ്ഞത്. അത് തീവ്രവാദം അല്ലെന്നാണ് കക്ഷി പറയുന്നത്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇസ്ലാമിൽ അങ്ങനെയാണ്. ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദം നബിയുടെ 20 മക്കളില് 20 പ്രസവത്തിൽ ഹവ്വയ്ക്കുണ്ടായത് 40 മക്കളാ. ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവരെ പരസ്പരം കെട്ടിച്ചു വെച്ച ആദം നബി എന്ന് പറഞ്ഞ ടീൻസ് ആണ് ഇവര്. വിമർശിക്കാം. ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. അത് അറിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണ്. എല്ലാവരും ഇന്ത്യയിൽ പറയുന്നത്, ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. ഇസ്ലാമിനോട് ഇല്ലാണ്ടാക്കുക, ഇസ്ലാമിനോട് തകർക്കുക, ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം കൊടുക്കുന്നത്. എല്ലാവരും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ വർഗീയ തീവ്ര ചിന്ത, ഇതൊക്കെ ഇസ്ലാമിനെ, എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എടുക്കുന്നവർ, പക്ഷെ ഇസ്ലാമിനെയും കൂടുതൽ എന്താ പറയാ വിമർശനം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പച്ചടി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിമർശിക്കും. അതായത് ചീത്ത, ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനങ്ങൾ ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാൻ പറ്റില്ല. ഇസ്ലാം അനുവദിച്ച ഒരു ഹദീസ് എഴുതിയിട്ടുണ്ട്, ഭാര്യയുടെ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭാര്യയും നിനക്ക് അനുവദനീയമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1105 ഹദീസാണ്. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ പോലെയാണ്. എന്തു പറയുന്നു? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇതിനകത്ത് മാന്യത പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും. ഇസ്ലാം എങ്ങനെയാണ് അനുവാദം വന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇനി ഞാൻ എഴുതിയ കമന്റ്, ഇസ്ലാമിനും മുഹമ്മദിനും എതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ, അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കും, ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത്, ഞാൻ ആ കാര്യം ഇസ്ലാമിക വിശ്വസിച്ച് കാണും. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആകും. മനസ്സിലായോ? ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിൽ കൊണ്ടുവരണമെന്നാ മുറിയൻ പറയുന്നത്. ശരീഅത്ത് നിയമം ഇന്ത്യയിൽ വരണമെന്നാ പറയുന്നത്. ജനാധിപത്യം തകരണമെന്നാ പറയുന്നത്. ഇസ്ലാം എന്ന മതമല്ലാതെ ഇന്ത്യയിൽ പാടില്ലെന്നാ പറയുന്നത്. മറ്റു മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ ഇസ്ലാമിന് അനുകൂലമായി ഒതുങ്ങി കഴിയണമെന്നാണ് അവൻ ആ പറയുന്നത്. മനസ്സിലായില്ലല്ലേ? എല്ലാ സമാധാനവും ഇന്ത്യ പച്ചയ്ക്ക് അതിർവിട്ട് പ്രവർത്തിക്കുന്നത്, അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കും, ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാം വിശ്വസിക്കുന്നത്, ഞാൻ ആ കാര്യം ഇസ്ലാം വിശ്വസിച്ച് കാണും. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല, ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും, അല്ലെങ്കിൽ ഓക്കെ ആകും. ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച് ആളുകളൊന്നും ചെയ്യില്ല. ഇസ്ലാമിക വർഗീയത മാത്രമേ ഉണ്ടാവുള്ളൂ. പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളാരും ചെയ്യില്ല. അപ്പോൾ ലോകം സമാധാനത്തിലേക്ക്. പിന്നെ ഈ ശിക്ഷ നടപ്പിലാക്കണമെന്നില്ല, ഈ കൈകാലുകൾ വെട്ടണം, ഈ ശിക്ഷ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല. അത് ഇന്ത്യയിൽ അവര് ഇതിനൊരു ജീവകാലം മുഴുവൻ അവർക്ക് ജയിലിൽ ചെയ്യണം, അങ്ങനെ ഇവിടെ ഇതിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇത് നടപ്പിലാക്കട്ടെ. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ശിക്ഷ എനിക്ക് തോന്നി, അത് അതിന് കമന്റിലൂടെ പറഞ്ഞു. അതാണ് ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും, മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനായാലും ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു, അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു, അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും. അത് ഇസ്ലാം
ഇസ്ലാമിന്റെ വിമർശിച്ചേക്ക് മാത്രം എല്ലാവരും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമന്റ് ഇട്ടത്. പിന്നെ അതിന്റെ താഴെ ഞാൻ എഴുതിയിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും. പിന്നെ അധിക ടൈം ഇല്ലായിരുന്നു. കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ എഴുതി. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര്. നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇമാം മഹദി എന്നല്ല, മുഹമ്മദ് എന്നല്ല. പഠിച്ചിട്ട് വാച്ചല്ല. അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം, ഇസ്ലാമിക നിയമം, നീതി ഈ ലോകത്ത് നടപ്പിലാക്കും. അഫ്ഗാനിലെ ലോകത്ത് നീതി, പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും. പാകിസ്ഥാനിലെ പലസ്തീനുകൾ പുഞ്ചിരിക്കും. അത് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. കുഴപ്പമുണ്ടോ? ഈ കമന്റ് ഞാൻ എഴുതി. പിന്നെ ഞാൻ ഇസ്ലാം മദർസയിൽ പോയിട്ടുണ്ട്, ഇസ്ലാം പഠിക്കുന്നുണ്ട്, അത് മനസ്സിലായി. പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും ഉസ്താദുമാരും അധ്യാപകരെത്തി ഇസ്ലാം തീവ്രവാദമാണ്, മറ്റു മതക്കാരെ ആക്രമിക്കണം, കുത്തണം, വാളെടുത്ത് വെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇസ്ലാമിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഖുറാനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ആൾക്കാരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാത്രം. അപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുള്ള് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഞങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലായി. കണ്ടില്ലേ, ഇന്ത്യയെ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും, തിരിയേണ്ടവർക്ക് തിരിയും, അല്ലാത്തവര് നട്ടം തിരിയും. നിങ്ങൾ ആരും വിചാരിക്കരുത് ഇവൻ ഒരു പൊട്ടനാണ്, ഇവൻ പറഞ്ഞത് മഹാപൊട്ടത്തരമാണ്. ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഏതാണ്ട് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുടെ ഉള്ളിലും ഇത് തന്നെയാണ്. പ്രമാണബദ്ധമായിട്ട് ഇത് തന്നെയാണ് ഇവരുടെ ഉള്ളില്. പിന്നെ കുറച്ച് ആധുനിക മുസ്ലിങ്ങളുണ്ട്. അവര് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നവരല്ല. അവര് കുറച്ച് ആധുനികമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് മോഡേൺ മുസ്ലിങ്ങളാ. അതുകൊണ്ട് അവരോട് മാത്രം ഇവരെന്തു പറഞ്ഞാലും ശരി, അവര് വല്ലാതെ അതിനെയൊന്നും മുഖവിലേക്ക് എടുക്കത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല അവര്. ഇപ്പോ ഇവര് എവിടെ ചെന്നാലും പ്രശ്നക്കാരാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. നമ്മള് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു മതവിഭാഗത്തെ എന്തിന് എതിർക്കണം? അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. അവരോട് വിരോധമോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അവര് നമ്മളുടെ സഹോദരങ്ങളാണ്. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭർത്താവ്, ഇവരൊക്കെ ഉള്ളത് ഈ മതത്തിലാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് എന്തെങ്കിലും രൂപത്തിൽ ഒരു വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല. ഇവര് എവിടെ ചെന്നാലും പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പൊ പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇപ്പോ പിന്നെ ഞങ്ങള് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് തിരൂര് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രവാചകന്റെ വിവാഹമൊക്കെ ആയിരുന്നു അവിടുത്തെ വിഷയം. അവിടെ ഞാനും സജീവൻ അന്തിക്കാടും ഞങ്ങളെല്ലാം കൂടി ഉണ്ടായിരുന്ന ഒരു സെൻസിന്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനകത്ത് വലിയ രൂപത്തിൽ പ്രവാചകന്റെ വിവാഹം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തു. അപ്പോ വെളിപാടിന്റെ പടവുകൾ എന്ന ക്യാപ്ഷനിലായിരുന്നു എൻ്റെ പ്രോഗ്രാം. അപ്പം ഈ ആയിഷയുടെയൊക്കെ വിവാഹം ഇതൊക്കെ നല്ല രൂപത്തിൽ അവിടെ ചർച്ചയ്ക്കെടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് വിസ്ഡം ടീം ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് ഞങ്ങൾക്ക് മറുപടി എന്ന രൂപത്തിൽ ഒരു പരിപാടി വെച്ചു. പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് ഇവർക്കും പറയാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ആയിഷയും സഫിയയും ഒക്കെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തി. ഇവരാണേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ ആളുകൾ വിചാരിച്ചു ഇസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുവാണ്. വളരെ കൃത്യമായിട്ട് ആയിഷ എങ്ങനെയാണ് പ്രവാചകന്റെ ഭാര്യയായത്, ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നു, ആയിഷയെ മൈൻഡ് ചെയ്യാതെ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ പ്രവാചകൻ
വേറെ ഒരു കിളുന്ത് പെണ്ണിനെ കിട്ടിയപ്പോൾ ആ പെണ്ണുമായിട്ട് പോയപ്പോൾ ആയിഷയ്ക്ക് ഹാലിളകി. സഫ്വാന്റെ കൂടെ പോയതടക്കം എങ്ങനെയാണ് മുഹമ്മദിന്റെ മരുമകനായിട്ടുള്ള അലിയും ആയിഷ പ്രവാചകന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയും തമ്മിൽ ഉണ്ടായിരുന്ന ജമൽ യുദ്ധം, ഒട്ടക യുദ്ധം, ഇതൊക്കെ വലിയ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നു. ഇവര് കാരണം ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇവരതിന് വിശദീകരണവുമായി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അവരുടെ ടീംസും വന്നിട്ട് പറഞ്ഞു, ആയിഷയ്ക്ക് 6 വയസ്സായിരുന്നില്ല, ഇന്ത്യൻ വിവാഹ നിയമപ്രകാരമുള്ള 18 വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 3 ചന്ദ്രവർഷക്കാലമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ 1 വയസ്സ് നീണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും അടുത്ത ക്രോസ് ചെക്കുമായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ പ്രവാചകനും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, അതേ പ്രാദേശികവാസിയാണ്. അപ്പോൾ 53 വയസ്സുള്ള പ്രവാചകന് 159 വയസ്സാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞങ്ങൾ പൊളിച്ചടുക്കി. ഈ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിലെ വളരെ വിവാദപരമായിട്ടൊരു ഏടാണ് പ്രവാചകന്റെ അനുചരനും കുടുംബ വഴിയിൽ സഹോദരനുമായിട്ടുള്ള അബൂബക്കറിന്റെ പിഞ്ചോമന മകളായിട്ടുള്ള 6 വയസ്സുകാരിയെ മുഹമ്മദ് നബി 56 വയസ്സുള്ള സമയത്ത്, 53 എന്നും പറയപ്പെടുന്നുണ്ട്, പറയുന്ന സമയത്ത് കല്യാണം കഴിച്ചത്. അപ്പൊ ഇത് ആയിഷയുടെ വിവാഹം ചെറിയ പ്രായത്തിലെ തന്നെ നിശ്ചയിച്ചിരുന്നതായിരുന്നു. നബി കെട്ടുന്നതിന് മുമ്പ് വേറൊരാൾ വന്ന് വില ഉറപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ശരി, ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആയിഷ ബാലികയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, നബി അണ്ണൻ ഒരു മുതുക്കനായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ചെറിയ കുഞ്ഞായിരുന്നു അത്. അപ്പോ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ സഹോദരന്റെ പുത്രിയെ വിവാഹം ചെയ്തു എന്നത് ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതയല്ല. ഇസ്ലാമിക പ്രമാണങ്ങളും നബിചര്യകളും മുസ്ലിങ്ങൾ മനസ്സിലാക്കി ആയിഷ കുഞ്ഞായിരുന്നു എന്ന് അംഗീകരിച്ചാൽ, ആ കാലഘട്ടത്തിൽ അത് സാർവത്രികമായി ചെയ്തിരുന്നു എന്ന് അംഗീകരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഇവര് അതീവ ബുദ്ധിമതിയായിട്ടുള്ള ആയിഷയെ ഇസ്ലാമിന് ഒരു പ്രമാണമായിട്ട് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തിയുള്ള ആളെ പ്രവാചകന്റെ ഭാര്യയാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7-ാം വാള്യം 62-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 17-ലാണ് പറയുന്നത്, ചെറിയ കുട്ടിയെ കല്യാണം കഴിച്ചതിന് പിന്നിൽ നബിക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, ഞാൻ വിവാഹം ചെയ്ത വിവരം ധരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഏത് തരം പെണ്ണിനെയാണ് നീ കിട്ടിയത്? ഞാൻ പറഞ്ഞു, ഞാനൊരു വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ നബി പറഞ്ഞു, കന്യകയെ കിട്ടിക്കൂടെ? കന്യക എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാ? 6 വയസ്സ്. നിനക്ക് കന്യകയെ കെട്ടാമായിരുന്നില്ലേ? നീ എന്തിനാ ചെറിയ പെണ്ണിനെ വിവാഹം ചെയ്തില്ല? എന്നാ നിങ്ങൾക്ക് പരസ്പരം ക്രീഡകളിൽ ഏർപ്പെടാമായിരുന്നല്ലോ, കളികളിൽ ഏർപ്പെടാമായിരുന്നല്ലോ. ഹദീസാണ് പറഞ്ഞത്. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7-ാം വാള്യം 62-ാമത്തെ പുസ്തകം 16-ാമത്തെ ഹദീസിൽ, 3-ാം വാള്യം 38-ാമത്തെ പുസ്തകം 504 ഹദീസിലുണ്ട്. ഇത് അടിവരയിടുന്ന പ്രമാണങ്ങൾ ഒരുപാടുണ്ട്. സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1-ാമത്തെ വാള്യം ബുക്ക് നമ്പർ 6 ഹദീസ് നമ്പർ 298, ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച നബി പിഞ്ചു പൈതലുകളുമായി ഭോഗത്തിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിച്ച പ്രവാചകൻ. ആയിഷ പറയുന്നു, പ്രവാചകനും ഞാനും ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കുളി നടത്തുമായിരുന്നു. ആർത്തവകാലമാണെങ്കിൽ നബി എന്നോട് ഇസാർ എന്ന് പറയുന്ന ഒരു അടിവസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ എന്നെ പുണർന്ന് തലോടി. ഇവരുടെ ജീവിതത്തിൽ എന്തുവാണ് രഹസ്യമായിട്ടുണ്ടായിരുന്നത്? ബെഡ്റൂം രഹസ്യങ്ങൾ വരെ പരസ്യമാക്കി പറഞ്ഞു നടന്നു. ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ യൂട്യൂബ് വീഡിയോ ആയിട്ട് നബിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു, ജൂതന്റെ പണം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത 13-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 2380. വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ പറയുവാണ്, പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ എന്നെ ചുംബിക്കും, എന്റെ നാവ് ഉറിഞ്ചു കുടിക്കുകയും ചെയ്യുമായിരുന്നു. എന്ത് ആശയമാണ് ഇതിനകത്ത് നൽകുന്നത്? എന്ത് ലൈംഗിക വൈകൃതത്തെ കുറിച്ചിട്ടാണ് ഈ പ്രവാചകൻ പഠിപ്പിക്കുന്നത്? ഇത് ഇങ്ങേര് വന്ന് ജനങ്ങളോട് പറയാതെ ആരെങ്കിലും അറിയോ? അല്ലെങ്കിൽ ആയിഷ പറയണം, അല്ലെങ്കിൽ നബി പറയണം. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3-ാം വാള്യം 31-ാമത്തെ പുസ്തകം 149-ാമത്തെ ഹദീസ്. ഒരു ചെറിയ കുട്ടിയെ വിവാഹം കഴിച്ചത് അവര് ബുദ്ധിമതിയായതുകൊണ്ടോ അവരിൽ നിന്നും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടോ അല്ല. ശിശുപീഠകനായിരുന്നു നബി. ശൈശവ ഭോഗത്തെ അങ്ങേയറ്റം
പ്രോത്സാഹിപ്പിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന പ്രവാചകനാണ്. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. നബി വിവാഹത്തെ വിമർശിച്ചത് കൊണ്ടാണ് നമ്മുടെ കയ്യും കാലും തലയും ഒക്കെ എടുക്കാൻ ഇന്ത്യയിൽ ഒരു നിയമം വരണമെന്നാണ് ആ കൊച്ചു തീവ്രവാദി ഇവിടെ പറഞ്ഞത്. സുഹൃത്തിന്റെ കുട്ടി, വയസ്സനായ ഒരു മനുഷ്യന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു പിതാവ് എങ്ങനെയൊക്കെ ഇത് പറ്റുന്നത്? ഇതിനെ ന്യായീകരിക്കുവാണ് ഇവരൊക്കെ. സ്വപ്നം കാണുവാണ് ആയിഷയെ കെട്ടിയെന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 9ാമത്തെ വാള്യം, ബുക്ക് നമ്പർ 87, ഹദീസ് നമ്പർ 140. പ്രവാചകൻ എന്നോട്, അള്ളാഹുവിന്റെ നബി എന്നോട് പറഞ്ഞു, നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു മലക്ക് നിന്നെ പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ എന്നോട് കൊണ്ടുവന്ന് കാണിച്ചു. അവരുടെ പട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മലക്കിനോട് പറഞ്ഞു, തുണി മാറ്റി നോക്കി, അപ്പൊ നീയായിരുന്നു. അപ്പോ അള്ളാഹുവിങ്കിൽ നിന്ന് ഇത് നടന്നേ പറ്റൂ എന്ന് അള്ളാഹു ആഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് മലക്ക് പട്ടുതുണിയിൽ പൊതിഞ്ഞ് ചുമന്നു കൊണ്ടുവന്ന് നിന്നെ എനിക്ക് കാണിച്ചു തന്നു. നോക്കണേ, ആ കുഞ്ഞിനെ ഭോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ എന്തൊക്കെ പറഞ്ഞു വെച്ചെന്ന് നോക്കിക്കേ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5ാമത്തെ വോള്യം 58ാമത്തെ പുസ്തകം 235ാമത്തെ ഹദീസിലുമുണ്ട്. ഇതിനോട് താല്പര്യമില്ലാതിരുന്ന അബൂബക്കറിനെ അദ്ദേഹം പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അങ്ങനെയാണ് പിടിച്ചെടുത്തത്. നേരത്തെ ഒരാളുമായിട്ട് വിവാഹം പറഞ്ഞു ഉറപ്പിച്ചിരുന്നു എന്നൊക്കെ ശരി. മാനവരിൽ മനോഹരനായിട്ടുള്ള ലോകാവസാനം വരെയുള്ള മാതൃകാ പുരുഷൻ എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സൊഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7ാം വോള്യം 62ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 18 നോക്കുക. ഉർസ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ പറയുവാണ്, പ്രവാചകൻ ആയിഷയെ വിവാഹം ചെയ്തു തരണമെന്ന് അബൂബക്കറിനോട് പറയുന്നു. അബൂബക്കർ നിരസിച്ചു. ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ? അപ്പൊ നബി പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനും വിശുദ്ധ ഗ്രന്ഥവും അനുസരിച്ച് നീ എന്റെ സഹോദരനാണ്, പക്ഷെ ആയിഷയെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുവദനീയമാണ്. നനച്ചാൽ നബി ഏതറ്റം വരെയും പോയിട്ട് അത് സാധിച്ചെടുക്കുമെന്ന്. വിവാഹത്തിലേക്ക് നയിച്ച ഇത്തരം സംഭവ വികാസങ്ങൾ വായിച്ചിട്ട് ഗുർമീത് റാം റഹീം സിംഗിനെ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. 10,000-കണക്കിന് സ്ത്രീകളെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ പറയുന്നത്. അതിനേക്കാൾ എന്ത് മാരകമാണെന്ന് ഇതൊക്കെ. പടച്ചവൻ പറഞ്ഞയച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തെ വിമർശിച്ചാൽ നമ്മുടെ കയ്യും കാലും തലയും എടുക്കും അത്രേ. എന്തുവാണ് ഇതൊക്കെ? ഇവരെ ഒന്നും വിമർശിക്കാൻ പാടില്ല. ഇവരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യും പോകും, കാലും പോകും, തലയും പോകും. ഇപ്പൊ ഇത് പറ്റാത്തത് സംഖ്യകൾ ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് ഇതൊക്കെ ഇവരിവിടെ സാധിച്ചെടുക്കുമായിരുന്നു, സംശയമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കണ്ട അതിന് നിങ്ങളുടെ തല പോയോ, നിങ്ങളുടെ കൈ പോയോ, നിങ്ങളുടെ കാല് പോയോ എന്നൊന്നും ചോദിക്കണ്ട. ഇതൊക്കെ ഇവിടെ സാധിക്കുമായിരുന്നു. ഇന്നതുകൊണ്ട് ആളുകൾക്ക് ബോധം വെച്ചപ്പോൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ഡെവലപ്പായപ്പോൾ അവർ തന്നെ ശക്തമായ രൂപത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിച്ചു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. ഒരു ചർച്ചകൾ കേട്ടു, കപ്പങ്ങൾക്ക് മനസ്സിലാവും. 10 സെക്കൻഡ് അത്രയും കൂടുതലാണ്. പ്ലീസ് ഒരു 10 സെക്കൻഡ് അത്രയും കൂടുതലാണ്. തട്ടമിട്ട കുട്ടികളും തൊപ്പിയും തപ്പിയിട്ട കുട്ടികളിൽ പരിണമിച്ചെത്തിയത് നവോത്ഥാന അതുപോലുള്ള ജബ്ബാർ മാഷിന്റെ വിപ്ലവകരമായ ഒരു പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൂട്ടിമുട്ടുന്ന, നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ യുവി പറയാണ്, ഇന്ന് തട്ടമിട്ട കുട്ടികളെ പൊതുവേദിയിലേക്ക് വരാനോ അല്ലെങ്കിൽ പൊതുവേദിയത്തിന് തടസ്സപ്പെടുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ യു വി എന്നെ ചിത്രീകരിക്കുകയാണ്. പിന്നെ യു വി എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞ ഒരു വാദം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ഈ ജബ്ബാർ മാഷിൽ നിന്ന് തുടങ്ങി ജബ്ബാർ മാഷിൽ തന്നെ അവസാനിക്കുന്ന ഒരു കാലഘട്ടമല്ലാതെ ഒരു ജബ്ബാർ മാഷിൽ നിന്ന് തുടങ്ങി യുവിയിലേക്ക് പരിണമിക്കുന്ന ഒരു കാലം വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റ് ആവശ്യമാണ്. പുതിയ കണ്ടെത്തലുകൾ അനിവാര്യമാണ്. കാരണം നിങ്ങൾ പണ്ട് എത്രയോ കാലം കൊണ്ട് പറയുന്ന ആ സ്ത്രീ വിദ്യാഭ്യാസവും ഇസ്ലാമിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ ആ ഒരു ദാരുണമായ സംഭവം അതെല്ലാം മാറിപ്പോയി. അതിന്റെ പിന്നിൽ സഞ്ചരിച്ച ഒരു വലിയൊരു നവോത്ഥാന പ്രവർത്തകരുണ്ടായിരുന്നു. അതിനൊന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് അപ്ഡേറ്റ് നടത്തുന്ന, ഐഡന്റിഫൈ ചെയ്തിട്ട് നവോത്ഥാന മേഖലയിലുള്ള വിശ്വാസം അടിയുറച്ച് പ്രവർത്തിക്കുന്ന സമൂഹമുണ്ട്. അപ്പൊ അവരെ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ. അപ്പാണ് ജബ്ബാർ മാഷിൽ നിന്ന് യുവിയിലേക്ക് എത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ ജബ്ബാർ മാഷിൽ നിന്ന് തന്നെ തുടങ്ങി ജബ്ബാർ മാഷിലേക്ക് അസ്തമിക്കും. ഞാൻ പറയാം റംഷാദ് ഇപ്പൊ ഇത്രയാണ് സംസാരിച്ചു. റംഷാദ് മനസ്സിലാക്കേണ്ട കാര്യം, ജബ്ബാർ മാഷിൽ തുടങ്ങി ജബ്ബാർ മാഷിലേക്ക് അവസാനിക്കുന്നു. അത് നമ്മള് സ്വതന്ത്ര ഇന്ത്യർക്ക് ബാധകമല്ല, അത് നിങ്ങൾക്കാണ് ബാധകം. നിങ്ങൾ ഒരു ഏകദൈവത്തിൽ തുടങ്ങി നിങ്ങൾ ഏകദൈവത്തിൽ നിന്ന് നിങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്കാണ് ആ ഡയലോഗ് ഏറ്റവും കൂടുതൽ സൂട്ടാവുക, നമുക്കല്ല.
ഓക്കെ, നിങ്ങൾ മുഹമ്മദ് എന്നുള്ള അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് അതിന്റെ പേര് പറഞ്ഞ് ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ട് എക്സ് മുസ്ലിങ്ങളായി പഠിക്കുന്നു. പക്ഷെ നിങ്ങൾ അത് വീണ്ടും മനസ്സിലാക്കാതെ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ പറയുക ആദ്യം തന്നെ നിങ്ങൾ ചെയ്യിക്കൊണ്ടിരിക്കും. റംഷാദ് പറഞ്ഞത് ശരിക്കും ആർക്കാണുള്ളത്? ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ വേൾഡ് കപ്പ് സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഉണ്ടാകും. നിങ്ങൾ ഉസ്താദ് പറഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് ഈ ഫുട്ബോൾ കാണാനും ഈ മെസ്സിയുടെ പിറകെയൊക്കെ പോകുന്നത്? ഇവിടെ രാത്രി ഉസ്താദ് നിസ്കാരത്തിന് ആരുമില്ലല്ലോ, നിങ്ങൾക്ക് തലക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങൾ കാണുന്ന കളി എന്താണ്? നിങ്ങൾ കുറെ ആൾക്കാർ കൂടി കളിക്കാർ കൂടിയിട്ട് ഒരു ബോളിന്റെ പിറകെ ഇങ്ങനെ പൊട്ടന്മാർ പോലെ ഓടുന്നത്. അങ്ങനെ ഓടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ലൈഫ് വേസ്റ്റ് ആയില്ല. ഈ ചോദ്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ 1600 വർഷങ്ങളായി നിങ്ങൾ ഏകദേശം എന്ന സംഭവത്തിന്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ മുല്ലാക്ക ഏതോ ഒരു മുല്ലാക്ക പറഞ്ഞത് ഇന്ന് കേരളത്തിലെ നമ്മളൊന്നും എടുത്തു ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു മുല്ലാക്ക പറഞ്ഞതല്ല, മതത്തിന്റെ സംഘടനാ നേതാക്കൾ പറയുന്നതാണ് ഇതൊക്കെ. നമ്മുടെ റഫീഖ് സലഫി എന്താ പറഞ്ഞത്? എന്താ മെസ്സിക്ക് കന്തൂറിയിട്ട് കളിച്ചാല്? ഇവന്മാരുടെയൊക്കെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ തൊട കണ്ടിട്ട് ഈ സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് നമ്മളെടുത്ത് കളിച്ചിടാൻ നോക്കുക. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫുട്ബോൾ പ്രേമികളുള്ള ഒരു പ്രദേശമാണ് കേരളം, സോറി മലപ്പുറം. അപ്പൊ അതിലൂടെ തന്നെ അതിന്റെ എല്ലാ ഉത്തരങ്ങളും ഉണ്ട് നൗഫൽ വഴി. അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ എടുക്കുന്നത് ആരോ ഒരാൾ ഏതോ ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആരോ ഒരാൾ എവിടെ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു വീക്ഷണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൃത്യമായിട്ട് വരച്ചു കാണിച്ചു തന്ന ഒരു ചിത്രമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ അത് നമുക്ക് വരച്ചു കാണിച്ചുള്ള ചിത്രമാണ്. അത് ആരാണ് കൊണ്ടുവന്ന കേരളത്തിൽ ഇതേ മതവിശ്വാസികളായ നവോത്ഥാന മേഖലയിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ വിശ്വാസം അടിയുറച്ച് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അവരുടെ പരിണിതഫലമാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരു പെൺകുട്ടിയാണ് ആകാശത്തിൽ ഇരിക്കുന്നത്. നക്ഷത്രത്തിന്റെ പേര് ആ കുട്ടിയുടെ പേരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു വിശ്വാസം അടിയുറപ്പിച്ച് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എന്നും ഈ പറയുന്ന കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് നിങ്ങൾ ജബ്ബാർ മാഷിന് തുടങ്ങി ജബ്ബാർ മാഷിലേക്ക് അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ ജബ്ബാർ മാഷിന് തുടങ്ങി യുവിയിലേക്ക് എത്താൻ കുറെ ദൂരം ഇനി യുവിയിലേക്ക് സഞ്ചരിക്കണം. കാരണം ആ ഒരു പരിഷ്കർത്താവായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റ് അനിവാര്യമാണെന്നാണ് എന്റെ കാര്യം. ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ. അതിന് കക്ഷത്ത് നിന്ന് കിതാബ് ഒഴിവാക്കണം, എന്നിട്ട് ലോകം കാണണം. ഓട്ടക്കണറ്റിനകത്ത് എടുത്ത തവളകളായി കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നിങ്ങൾ പോലുള്ളവർ വിമർശനം നടത്തേണ്ടത് വേണം. കാരണം ഇവിടെ ഈ രാജ്യത്ത് നെഹ്റുവിയൻ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള യുവികൾ ഉണ്ടാകണം. അപ്പൊ ഇല്ലാതിരിക്കേണ്ടതാണ്, യുവികൾ ഉണ്ടാകണം. അപ്പൊ വിമർശനങ്ങളുണ്ട്. അച്ഛൻകുഞ്ഞിനെ പോലെ അച്ഛൻകുഞ്ഞ് ആ പരിപാടി നിർത്തിയിരുന്നു. 10-300 എപ്പിസോഡ് നടത്തിയിട്ട് ഇസ്ലാം എന്തോ കാറ്റുപുറത്ത് വന്നിട്ട് വന്ന അച്ഛൻകുഞ്ഞ് ആ അച്ഛൻകുഞ്ഞ് നിർത്തിയപ്പോൾ യുവി തുടങ്ങിയ വലിയൊരു കാര്യമാണ്. ഒരാളെ ഏറ്റെടുക്കാൻ അച്ഛൻകുഞ്ഞിൽ നിന്ന് ആ ഒരു പതാക ഏറ്റെടുക്കാൻ യുവി കാണിച്ച അവരുണ്ടല്ലോ മത എപ്പിസോഡ് 6ലേക്ക് തന്നെ എത്തി. അപ്പൊ യുവിയെ നമ്മൾ ജബ്ബാർ മാഷിന് തുടങ്ങി യുവിയിലേക്കുള്ള ദൂരത്തെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണം. പറഞ്ഞു തന്നെ പറഞ്ഞാൽ ആർക്ക് വിരക്തി തോന്നും. അപ്പം ഈ സമൂഹത്തിൽ ഓൾറെഡി ഈ ഇന്ന് കാണുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഒന്നും ഒരു തകരാറുണ്ടാവില്ല. അവർ തുടർന്നുകൊണ്ട് അപ്പൊ യുവിയുടെ എനർജി വേസ്റ്റ് ആണ്. ഏതായാലും യുവി എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. റംഷാദ് ഇവിടെ പറയേണ്ടത് ഏതൊരു ഉസ്താദിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഉസ്താദ് റെപ്രസെന്റ് ചെയ്യുന്ന മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഉസ്താദ് വന്നിട്ട് പറയണം ഗെയിംസ് കാണാം, തെറ്റാണെന്ന് പറയണം. കായിക വിനോദങ്ങൾ കാണാം, ഇസ്ലാമിന് പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം. ഓക്കെ, അതാണ് റംഷാദ് മാന്റെ പറയുന്നത്. അല്ലാതെ ഇപ്പൊ റംഷാദ് പറയുന്നത് ഇപ്പൊ തീവ്രവാദികളെ പോയി കണ്ടുവരുന്നതാണ്. കുറച്ച് തീവ്രവാദികൾക്ക് ചെയ്യുന്നുണ്ട്, അവിടെ കൊല്ലുന്നുണ്ട്, മറ്റേ ബിൽഡിംഗ് വിമാനം വെച്ച് തകർക്കുന്നുണ്ട്, അവിടെ ബോംബ് വെക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ അതൊന്നും നമ്മുടെ മതവിശ്വാസികളെല്ലാം പറഞ്ഞത് അതാർക്കാ ചെയ്യുന്നത്? ന്യൂനപക്ഷം ചെയ്യുന്നത് വലിയൊരു വിഭാഗം ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ്. അത് ചിന്തിക്കാനുള്ള ബുദ്ധിയാണ് നമുക്കുണ്ട്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വതന്ത്ര ചിന്ത ഇസ്ലാമിനില്ല. ഇസ്ലാമിന് സ്വതന്ത്ര ചിന്ത കിട്ടുക എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരാണ്? ഇസ്ലാമിന്റെ അകത്തുനിന്നുള്ള ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ശരിക്കും അവർ എവിടുന്നാ വന്നത്? അവർ വന്നത് വേറെ ചില യുക്തിബോധമുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നാണ്. അവർക്ക് ആ ബുദ്ധിവാദം കിട്ടിയോണ്ട് അവർ നിങ്ങളെ മതത്തിൽ വന്നുകൊണ്ട് നിങ്ങളൊന്ന് പരിഷ്കരിച്ചത്. ജനങ്ങൾക്ക് ബോധം വയ്ക്കുകയും വിവരവും വെളിവും വയ്ക്കുകയും ചെയ്താൽ അവർ ചിന്തിക്കാൻ സന്നദ്ധരാകും. ആ ചിന്തയിൽ നിന്ന് അവരെ തടയാൻ, അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും അവരെ തടയാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല. നമുക്കറിയാം, ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇറാനാണ് എന്ന് തോന്നിപ്പിക്കുന്ന എത്രയെത്ര സംഭവ വികാസങ്ങളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാൻ എന്ന രാജ്യത്തൊരു സിനിമ സ്വപ്നം കാണാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? ഒരു കഷ്ണം തലമുടി കണ്ടു എന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും സദാചാര പോലീസിംഗ് നടത്തി കൊന്ന ഒരു രാജ്യം.
ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ മുഴുവൻ ആളുകളെയും കൂട്ടിയിട്ട് കത്തിച്ച ഒരു രാജ്യം. ഇറാനിൽ ബാൻ ചെയ്ത ഒരു സിനിമയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറാനില് നിയമവിധേയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ശിക്ഷാരീതികളെ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിൽ തുറന്നു കാണിച്ച ഒരു സിനിമയുണ്ടായിരുന്നു. സൊരായ എന്ന പെൺകുട്ടിയുടെ മരണവും ജീവിതവും അഭ്രപാളികളിൽ എത്തിച്ച് ഒരു ആണഹങ്കാരത്തിന്റെ മുനയൊടിച്ച ഒരു സിനിമ. ദി സ്റ്റോണിംഗ് ഓഫ് സൊറായ എം എന്നാണ് ആ സിനിമയുടെ പേര്. കേട്ടിട്ടുണ്ടോ? ഇറാൻ എന്ന രാജ്യത്തെ അവിഹിതം ആരോപിക്കപ്പെടുന്ന സ്ത്രീകളെ ഒരു തെളിവും വേണ്ട, കല്ലെറിഞ്ഞു കൊല്ലണം എന്ന പ്രാകൃതമായ ശിക്ഷാരീതിയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച ഒരു ചിത്രം, ദി സ്റ്റോണിംഗ് ഓഫ് സൊറായ എം. ഈ ചിത്രത്തിന്റെ ടൈറ്റിലെ ഈ സ്റ്റോണിംഗ് എന്നത് എത്രമാത്രം ഭീകരമാണ് എന്ന സിനിമ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്നൊരാൾ പറഞ്ഞാൽ മതി, ഒരു തെളിവും വേണ്ട. പെണ്ണിന് ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ കഴിയില്ലല്ലോ, അതിനൊരാണു കൂടി വേണ്ടേ? ഇവിടെ പ്രസക്തിയില്ല. വ്യഭിചാരിയായ പുരുഷനെ പ്രവാചകൻ എറിഞ്ഞു കൊന്നില്ല, ആ പെണ്ണിനെയാണ് കുഴി കുത്തി നിർത്തിയിട്ട് എറിഞ്ഞു കൊന്നത്. ഇറാനിലെ മുൻ ഫ്രഞ്ച് അംബാസിഡറുടെ മകനും ഇറാനിയൻ ഫ്രഞ്ച് ജേർണലിസ്റ്റുമായിട്ടുള്ള ഫ്രെയ്ഡോൺ സഹജേമാൻ, അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു നോവൽ, ബെസ്റ്റ് സെല്ലറാ അത് അറിയപ്പെട്ടത്. ആ നോവലിന്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ആ സിനിമ. യഥാർത്ഥമായി ഇറാനിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി രചിച്ച ആ പുസ്തകവും ഇറാനിൽ നിരോധിച്ചു. എഴുതിയവന്റെ തല വെട്ടാൻ ആജ്ഞയുമായി. എന്ത് രാജ്യമാണത്? എല്ലാ മതങ്ങളെയും വളരാനും മാറാനും വിടാനും ഒക്കെ അധികാരവും അനുമതിയും കൊടുത്തിട്ട് പറയണം ഇസ്ലാം വളരുന്നു. അതിനൊരു ന്യായമുണ്ട്. സൊരായ എന്ന ഗ്രാമീണ സ്ത്രീയായിട്ടുള്ള ഭാര്യയെയും പെൺമക്കളെയും ഒഴിവാക്കി 14കാരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്റെ ആൺമക്കളോടൊപ്പം നഗരത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന അലി എന്ന ഭർത്താവ് നിയമപരമായി വേർപിരിയലില് തനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്ന തിരിച്ചറിവിൽ അവൾക്കുമേലെ ഒരു അവിഹിതം ആരോപിക്കുന്നു. ഇവനൊരു പൈതലിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി, പോയി. അതുപോലെ 1985 ഇവിടെ ഉണ്ടായിരുന്നു ഷാബാനു ബീഗത്തിന്റെ ഒരു കേസ്, മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ലോയറുടെ കേസ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അതേ സമാനമായിട്ടൊരു കേസ് ഇവിടെ. അപ്പോൾ ഇദ്ദേഹത്തിന് ജീവനാംശം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവര് വ്യഭിചാരിയാണ് എന്ന് ആരോപിക്കുന്നു. ഇസ്ലാമിക നിയമപ്രകാരം മേയർ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കുന്നു. ശരീഅത്ത് രാജ്യമാണ്. അവൾക്ക് അവളുടെ നിരപരാധിത്വം തെളിയിക്കാനോ അവൾ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കാനോ അവിടെ ഒരു കോടതി മുറിയില്ല. ഇത് തന്നെയാണ് ആ സിനിമയുടെ കഥ. ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യപരമായിട്ടുള്ള അനീതികൾ, വിവേചനങ്ങൾ, പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികൾ, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും സാധിക്കാതെ ഇവര് കൊടുക്കുന്ന പ്രാകൃതമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകളുടെ ദുർഗതി സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. മതം എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് എന്ന് ലോകത്തോട് ആ സിനിമ വിളിച്ചു പറഞ്ഞു. സൊരായയുടെ സുഹൃത്തായ സെഹ്റയോട് മേയർ നിയമം വിശദമാക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ പുരുഷനുമേൽ അവിഹിതം ആരോപിച്ചാൽ അത് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവളുടേതു മാത്രമാണ്. എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ അവിഹിതം ആരോപിച്ചാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്ത്രീയുടെ മാത്രമാണ് ഉത്തരവാദിത്വം, പക്ഷേ റൈറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് ഈ നിയമത്തിലെ ഇത്തരത്തിൽ നിയമം ഉപദേശിച്ച മേയറോട് സെഹ്റ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത്? കള്ള സാക്ഷികൾ, തെളിവുകൾ, മൊഴികളൊക്കെ ഒരാൾ നിരത്തുമ്പോൾ അവളുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ മേയർക്ക് ഉത്തരമില്ല. വാസ്തവത്തിൽ ആ ചോദ്യം മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോടും ഈ നിയമം അനുശാസിക്കുന്ന രാജ്യങ്ങളിൽ, ഈ നിയമം ശരിയാണ് എന്ന് വാദിക്കുന്ന മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോടും ചോദിക്കുന്നു: ഒരു സ്ത്രീ
താൻ വ്യഭിചാരിയല്ല എന്ന് തെളിയിക്കാൻ എന്ത് തെളിവുകളാണ് നിരത്തേണ്ടത്? സ്ത്രീ നിയമ സംഹിതയിൽ വിവേചനം നേരിടുന്നുണ്ട് എന്ന് ഇറാനിലെ ഈ സിനിമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സിനിമയുടെ തുടക്കത്തിൽ ഒരു മരണം കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് മരിക്കുന്നത്. പക്ഷേ ആ സ്ത്രീയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പുരുഷന് പോലും അവസാനമായിട്ട് ആ സ്ത്രീയെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അതിന് കാരണമായി പറയുന്ന, ഒരു സ്ത്രീ മരിച്ചാൽ പുരുഷന് ആ ശരീരം കാണാൻ പാടില്ല. അതേപോലെ ഇറാനിയൻ നിയമം നമ്മുടെ നാട്ടിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരെയും കണ്ടും കേട്ടും സഹകരിച്ചും ജീവിച്ച സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ അന്യപുരുഷന്മാര് കാണാൻ പാടില്ല. മയ്യത്ത് കാണാൻ പ്രത്യേകം പ്രത്യേകം വാതിലുകൾ, പുരുഷന് മുന്നിൽ കൂടിയും സ്ത്രീക്ക് പുറകിൽ കൂടിയും. ആ ഭൗതിക ശരീരത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം സ്ത്രീകൾ ചെയ്യണം. മതം അപമാനിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ മാത്രമല്ല, മരിച്ചാലും സ്ത്രീയെ വിടുന്നില്ല. അവസാന ശ്വാസം വരെ തന്റെ കുടുംബത്തെ പോറ്റിയ അവരെ മരണശേഷം പോലും അപമാനിതയാക്കപ്പെടുന്നു, നിന്ദയാക്കപ്പെടുന്നു എന്നതിന്റെ നേർസാക്ഷി. തന്റെ ആൺമക്കളെ മാത്രം നഗരത്തിലേക്ക് കൊണ്ടുപോയ അലി തന്റെ പെൺമക്കളെ എന്തുകൊണ്ട് നഗരത്തിലെ ജീവിതം അവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നില്ല? എന്തേ അവർക്കത് വേണ്ടേ എന്ന് ചോദിക്കുന്നിടത്ത് അവള് നേരിടുന്നത് കൊടിയ മർദ്ദനമാണ്. ആ ചോദ്യത്തിന് അതിന്റെ അവസാന സമയത്ത് തറയിൽ വീഴുന്ന ഭക്ഷണമൊക്കെ വൃത്തിയാക്കാൻ അലി പറയുമ്പോൾ നിറയുന്ന കണ്ണുകളാൽ അവൾ അത് ചെയ്യുന്ന സമയത്ത് തന്റെ പെൺമക്കളല്ലാതെ ആൺമക്കൾ അവളോട് കൂടെ നിൽക്കുന്നു പോലുമില്ല. അലി സൊറായയെ ഉപദ്രവിക്കുമ്പോൾ ആൺമക്കൾ കണ്ടു നിന്ന് ആസ്വദിക്കുന്നു. ആ സീനില് അലി തന്റെ മക്കളോട് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്: മക്കളെ, ഈ ലോകം ആണുങ്ങളുടേതാണ്, പെണ്ണുങ്ങളുടേതല്ല. അത് കേട്ട് ആൺമക്കൾ തലയാട്ടുമ്പോൾ ആൺമേൽക്കോയ്മയുടെ ഒരു ഭീകരതയാണ് ആ ദൃശ്യത്തിൽ നിന്നും ലോകത്തിന് കിട്ടുന്നത്. സൊരായയ്ക്ക് മേൽ അവിഹിതം ആരോപിക്കുമ്പോൾ അവൾക്കൊപ്പം നിൽക്കാൻ നിസ്സഹായരായിട്ടുള്ള ചില സ്ത്രീകൾ അവരുടെ പെൺമക്കളല്ലാതെ മറ്റാരുമില്ല കൂടെ. സൊരായക്കെതിരെയുള്ള ആരോപണം പരദൂഷണമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ സ്ത്രീകൾ തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണ്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെയാണ് പാരയായി വരുന്നത് എന്ന്. സൊറായയ്ക്കൊപ്പം പുരുഷന്മാരിൽ ആരും ഉണ്ടായിരുന്നില്ല കൂടെ നിൽക്കാൻ. ആൺമക്കൾ പോലും, അവര് ജന്മം നൽകിയ ആൺമക്കൾ പോലും. ഒരു സ്ത്രീ പറയുന്ന വാചകം ഇങ്ങനെയാണ്: അതങ്ങനെ വരും, ആണുങ്ങൾ അവർക്കൊപ്പമല്ലേ നിൽക്കൂ. സൊറായയുടെ ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ അവൾ എല്ലാം സഹിക്കാൻ മാനസികമായി തയ്യാറെടുത്തതുപോലെയാണ് ആ ശിക്ഷാവേദിയിലേക്ക് നടന്നു പോകുന്നത്. അവളോട് സുഹൃത്ത് പറയുന്നു, എന്ത് വന്നാലും കരയരുത്. ആ ഉപദേശം സ്വീകരിച്ചതുപോലെ മനസ്സിനെ കല്ലാക്കി, ശരീരത്തെ കല്ലാക്കി അവൾ മാറ്റുന്നു. തന്റെ പിതാവും ഒപ്പം ഇവരുടെ പെൺമക്കളും നിന്ന് കരയുന്നു. എന്നിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവും ഇവര് ജന്മം നൽകിയ മക്കളും ഇവരെ കല്ലെറിയുമ്പോൾ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ മക്കളുടെ കല്ലേറ് പോലും അവർ കൃത്യമായി നോക്കുവാണ്. ആ കല്ലിനായിരിക്കും വേദന ഏറുന്നത്. അതുവരെ പിടിച്ചു നിന്ന സൊറായ എന്ന സ്ത്രീക്ക് മക്കളുടെ കല്ലുകൾ ഏൽപ്പിച്ച വേദന കാരണം അവർ വാവിട്ട് നിലവിളിക്കുന്നു. ആ ദൃശ്യത്തില് അരയ്ക്ക് താഴെ മണ്ണിട്ട് മൂടപ്പെട്ടിരിക്കുന്ന അവൾ നിലവിളിക്കുന്നിടത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മക്കൾ വീണ്ടും അടുത്ത കൂർത്ത കല്ലുകൾ എടുക്കുന്നു കയ്യിൽ അവരെ എറിയാൻ. എന്ത് ലോകമാണിത്! കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് മനുഷ്യന്റെ ഹൃദയം തകർക്കും. പക്ഷേ സിനിമ കിട്ടുമെങ്കിൽ കാണണം കേട്ടോ, സൊറായയുടെ സിനിമ. ഈ സിനിമ കണ്ടിറങ്ങിയ സംവിധായകനായിട്ടുള്ള സൈറസ് നൗരസ്തെ, അദ്ദേഹം ഒരു കൂട്ടം പ്രേക്ഷകരും അറിയപ്പെടുന്ന നിരൂപകരും സാഡിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെയൊക്കെ സംവിധായകൻ എതിർത്ത് തോൽപ്പിച്ചു. സ്റ്റോണിങ് പ്രമേയമായി വരുന്ന ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ സിനിമകളെല്ലാം തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കല്ലേറ് കൊള്ളുന്നയാൾ ബോധരഹിതയാവുകയോ മരിക്കുകയോ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. എന്നാൽ സത്യമതല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, നേരിട്ട് കണ്ട്. തീർത്തും പൈശാചികവും സുദീർഘവുമായിട്ടുള്ള ആ കൃത്യത്തെ സിനിമകൾ നിസാരവൽക്കരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന്റെ നേർചിത്രം ലോകത്തെ അറിയിക്കാൻ ഒരു ബാധ്യത എനിക്കുണ്ട്. എന്റെ ജീവിതം കൊണ്ട് എനിക്കത് ചെയ്യണമായിരുന്നു.
സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം ഞാൻ തിരിച്ചറിഞ്ഞു. അത് ഞാൻ ജനങ്ങളെ അറിയിച്ചു. എന്റെ സിനിമയിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും വിഭിന്നമായി ഒന്നും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ചിത്രീകരിക്കണം. അങ്ങനെ സിനിമയുടെ ക്ലൈമാക്സിൽ സ്വരായയ്ക്കും ഒരു രക്ഷപ്പെടലില്ല. ആ സീൻ കാണുന്നതിൽ നിന്ന് പ്രേക്ഷകനും ഒരു രക്ഷപ്പെടലില്ല എന്നത് തന്നെയായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത്. അവർ ഏറ്റവും അവസാനമായി തന്റെ പെൺമക്കളെ നോക്കുന്നുണ്ട്. ഇനി ആ മക്കൾക്ക് രക്ഷയില്ല ആരാലും. അങ്ങനെ ആ സംവിധായകന്റെ ഉദ്യമം ലോക ചരിത്രത്തിന്റെ ഏടുകളായി തന്നെ പറയപ്പെട്ടു. ആ നിരോധനത്തെ, ആ സിനിമ നിരോധിക്കപ്പെട്ടു. നിരോധനത്തെ മറികടന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ വലിയ രൂപത്തിൽ ചർച്ചയായി. അങ്ങനെ ടൊറോന്റോ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനിൽ സിനിമ പ്രദർശിപ്പിച്ചു. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇറാനെതിരെയും ഈ പൈശാചിക കൃത്യത്തിനെതിരെയും പ്രമേയം വരെ പാസാക്കിയ സിനിമ കാരണം ആ സിനിമ ലോകത്തോട് സംസാരിച്ചു. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ സംബന്ധിച്ച് ഒരു ജനതയ്ക്കു വേണ്ടി ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സിനിമയിലൂടെ. അതിന്റെ സംവിധായകൻ, അതിന്റെ രക്തസാക്ഷികൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 85 രാജ്യങ്ങളിൽ ഇന്നും നിയമവിധേയമായും അല്ലാതെയും ഈ ശിക്ഷാരീതി വിശ്വസിക്കുകയും തുടരുകയും ചെയ്യുന്നു എന്നതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പോലും പറയുന്നത്. കല്ലേറ് കൊള്ളുന്നയാൾ മൂർച്ചയേറിയ ആഘാതത്താൽ മരണമടയുന്നു. ഇസ്ലാം സ്നേഹമാണ്, അത്രേ സ്നേഹം. നബി ശിക്ഷാരീതിയെ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? റോമൻ സാമ്രാജ്യത്തെ ജെറുസലേമിലെ സെയിന്റ് സ്റ്റീഫൻ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെട്ടത്. ക്രിസ്തു വർഷത്തിലും അതിനെ തുടർന്ന് ഈ ശിക്ഷാരീതി ക്രിസ്ത്യൻ രാജ്യങ്ങൾ കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ സ്റ്റോണിങ്ങിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തു. മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ യുക്തിസഹമായ ചിന്താരീതികൾ അവനിലെ യുക്തിബോധത്തെ വീണ്ടെടുത്ത് അവൻ വിവേകത്തോടുകൂടി ചിന്തിച്ചപ്പോൾ അവന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. സ്ത്രീ വിരുദ്ധത പറയുന്ന ഇസ്ലാം എന്താണ് ഇങ്ങനെ എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കി. മതമേതായാലും അതിലെ സ്ത്രീ വിരുദ്ധതകൾക്കെതിരെ സംസാരിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു. മതഗ്രന്ഥങ്ങൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഒരാവർത്തി വായിച്ചാൽ അത് വലിച്ചെറിയുന്ന രൂപത്തിലേക്കാണ് ഇന്നുള്ളത്. സ്ത്രീ സമത്വം, തുല്യത, ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒരു സമൂഹം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ തയ്യാറാകുമോ? ചോദിച്ചു പോകുന്നതാണ്. ഇതിന്റെ തീക്ഷ്ണത എന്താണെന്നും ഇതിന്റെ തീവ്രത എന്താണെന്നും അനുഭവിച്ചവർക്കല്ലാതെ മനസ്സിലാവില്ല. അനുഭവിക്കണം അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ഇസ്ലാമിലെ സ്ത്രീ വിവേചനം ഏത് രൂപത്തിലാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്നിട്ട് അപ്പിക്കുപ്പായത്തിന് വേണ്ടി വാദിക്കാൻ വരുന്ന ആളുകള് നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് പാപ്പിച്ചുവാ, ഇസ്ലാമിന്റെ മതനിയമങ്ങളെ കുറിച്ച് നമ്മളെ പാപ്പിച്ചുവാ. വേണ്ട, നമുക്കറിയാം ഇത് ശരിക്കിത് എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ മതത്തെ വിമർശിക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ മതത്തെ കുറിച്ച് അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സും മടിച്ചിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ ഇത് കൂടുതലായിട്ട് പഠിപ്പിക്കണ്ട നിങ്ങൾ കേട്ടോ. നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്.